വാഗ്ദത്ത നാട്, പ്രോമിസ് ലാൻഡ് എന്നുള്ളതാണ് പ്രധാന വിഷയം. പ്രോമിസ് ലാൻഡ് എന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പഴയ ഹൈക്കോർട്ട് ജഡ്ജിയായിരുന്ന കമാൽ പാഷ, അദ്ദേഹം സത്യസന്ധമായി തൻ്റെ നീതി നിർവഹണം നടത്തിയ ഒരു മനുഷ്യനാണെന്നാണ് പൊതുവെ അറിവ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജഡ്ജിയായിരുന്ന ബ്രദർ സൈമൺ, ഞാൻ മാവേലിക്കലിലുള്ളപ്പോൾ അദ്ദേഹം അവിടുത്തെ സബ് ജില്ലാ ജഡ്ജിയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് വെച്ച് പരിചയക്കാരും ഒക്കെ സ്നേഹിതരൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ സന്ദർശനം ഈ ഒരു കമൻ്ററി ആയിട്ടിട്ടിരുന്നു. ഏകദേശം പല എപ്പിസോഡുകൾ ഞാനും ഒന്ന് രണ്ട് റെഫർ ചെയ്യാനിടയായി. അപ്പോൾ താൻ ഇത്രത്തോളം അമേരിക്കയിൽ കറങ്ങി, ചില 2-3 ആഴ്ചകൾ കറങ്ങി വന്നെങ്കിലും തൻ്റെ സംഭാഷണത്തിൽ ഏറ്റവും വിശേഷമായി തിളങ്ങിയ 2 വിഷയം, ഒന്ന് കാലിഫോർണിയയിലുള്ള, അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിൽ കാലിഫോർണിയയിലുള്ള റെഡ്വുഡ് ആ മരത്തെക്കുറിച്ചാണ്, ചുവന്ന മരം. രണ്ടാമതായിട്ട് താൻ പറയുന്നത്, എത്രയോ സൗധങ്ങൾ കാര്യങ്ങൾ കണ്ടെങ്കിലും തന്നെ ഏറ്റവും ആകർഷമായി കണ്ടത് ആ പ്രദേശത്തിലെ കൊച്ചു കുഞ്ഞുങ്ങളെയാണ്, അതുപോലെ മനോഹരമായ പൂക്കൾ. ഈ 3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഓറിഗണിലുള്ള ഒർലാൻഡ എന്ന് പറയുന്ന സ്ഥലത്തിലെ ആ സൂയിൽ കണ്ട കുഞ്ഞുങ്ങളും പിന്നീട് പല സ്ഥലത്തും താനത് വളരെ ആശ്ചര്യഭരിതനായി ആങ്ഷിയേറ്റ് എടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പം ഇത്രയും പ്രായമായ ഒരു ജസ്റ്റിസിനെ, അല്ലെങ്കിൽ റിട്ടയർഡായ മനുഷ്യനെ, തൻ്റെ മനസ്സിൽ ഏറ്റവും ആകർഷകമായ 3 കാര്യങ്ങൾ, ഒന്ന് റെഡ്വുഡ് ട്രീ, 2 അവിടെ കണ്ടതായ കുഞ്ഞുങ്ങൾ. 1.5 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ഈ ഗസ്റ്റിനെ കാണുമ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്, തനിക്ക് വളരെ സന്തോഷമായ ഒരു കാര്യമായി. തന്നെയല്ല, ഇവിടുത്തെ ഓരോ ക്രമീകരണങ്ങളും, റോഡുകളും പൂന്തോട്ടങ്ങളും ആപ്പിൾ മരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് താൻ വളരെ സന്തോഷവാനായി, കൊച്ചു കുഞ്ഞുങ്ങൾ കാഴ്ചകൾ കണ്ട് പറയുന്നത് പോലെ താനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് യൂട്യൂബിലുണ്ട് കേട്ടോ, എല്ലാവരും കേൾക്കുന്നത് നല്ലതാണ്. അത് കാരണം അതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ റെഡ്വുഡ് ട്രീയും കുഞ്ഞുങ്ങളും പൂക്കളുമൊക്കെ താനിങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവായ യേശു കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിച്ചാണ്, പ്രകൃതിയെ സ്നേഹിച്ച ആളാണ്. യേശുവിനെ തന്നെ പൂവിനോട് പലപ്പോഴും ഉപമിച്ചിട്ടുണ്ട്. ഷാരോനിലെ റോജാ പുഷ്പം, പനിനീർ പള്ളത്താക്കിൽ അല്ലെങ്കിൽ താഴ്വരയിലെ പനിനീർ പുഷ്പം, ലില്ലി പുഷ്പം, അങ്ങനെ പല പൂവുകളോടും സസ്യങ്ങളോടുമൊക്കെ ഉപമിച്ച് യേശുവിനെ പറ്റി പറയാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനെ നാരങ്ങ, ആപ്പിള്, മാതളം, പല രീതിയിലുള്ള പ്രകൃതിപരമായ വ്യാഖ്യാനങ്ങൾ യേശുവിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നന്മ എന്നാന്ന് ചോദിച്ചാൽ, മനുഷ്യരുടെ അകൽച്ചകൾക്ക് വളരെ കുറവുകൾ സംഭവിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധിക്കും. കാരണം ജാതി മത ഭേദമന്യേ സത്യസന്ധമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന മനുഷ്യരുടെ ഇത് കേൾക്കുമ്പോൾ മനുഷ്യർക്കുള്ള വീണ്ടും ഒരു ഐക്യവും സന്തോഷവും ഉണ്ടാകുകയാണ്. സാധാരണ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു സാമ്രാജ്യ ശക്തിയാണ് എന്ന് വോട്ടിന് വേണ്ടി മാത്രം വിമർശിക്കുകയും അതേസമയം ആ നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ചെല്ലാനുള്ള ആവേശം കാണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു കൂട്ടരെ, എല്ലാവരും അല്ല, ഒരു കൂട്ടര്. അപ്പോൾ പറച്ചിലൊന്ന്, പ്രവൃത്തി ഒന്ന്, അതുപോട്ടെ, നമുക്കതല്ല വിഷയം. അപ്പോൾ ആ വാഗ്ദത്ത നാട്ടിൽ കണ്ട 2 കാര്യങ്ങൾ നമുക്ക് ആത്മീയ വിഷയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് ഈ കാലിഫോർണിയയിലെ റെഡ്വുഡ് ട്രീ തന്നെ നമുക്ക്. കാലിഫോർണിയ എന്ന് പറയുന്നത് നമുക്കറിയാം, 1800 കാലയളവിൽ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള യുദ്ധത്തിൽ മെക്സിക്കോയിൽ നിന്ന് പിടിച്ചെടുത്ത ആ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കാലിഫോർണിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സഹോദരന്മാർ കൃപയാൽ അമേരിക്കയുടെ 50 സ്റ്റേറ്റുകളിലും കാനഡയിലും അവിടെ എല്ലാം തന്നെ നമ്മുടെ സഹോദരന്മാർ പലയിടത്തും ഉണ്ട്. ചിലരൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറുമുണ്ട്. അപ്പോൾ കാലിഫോർണിയയുള്ള ഓതറക്കാരൻ ജോ, ഞാൻ ആ ഓതറ ഇരിക്കുമ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഫാമിലി സെറ്റിൽഡാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, ജോ, ഈ റെഡ്വുഡ് ട്രീയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ? അപ്പോൾ അവനതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അധികമായിട്ട് പറയാനിടയായി.
അപ്പോൾ അത് തന്നെ കമാൽ പാഷ സാറും വളരെ വ്യക്തമായിട്ട് വളരെ സന്തോഷത്തോടെ താൻ അതിൽ നിന്ന് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതാണ്. അപ്പോൾ ഈ റെഡ്വുഡ് ട്രീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കാലിഫോർണിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈക്ലോൺ പ്രകൃതിക്ഷോഭങ്ങളുള്ള സ്ഥലമാണ്. ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ് എപ്പോഴും ഉണ്ടാക്കുന്ന കടൽക്ഷോഭം, സുനാമി, ഇതെല്ലാം നമുക്കറിയാം. അങ്ങനെയുള്ള സ്ഥലത്ത് ഭയങ്കര ഉയരത്തിൽ ഈ മരം വളർന്നു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രകൃതിക്ഷോഭങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അതിന് തായ്വേരില്ല. നമുക്കറിയാം, തായ്വേരില്ലെങ്കിൽ മരങ്ങൾ എപ്പോഴും പെട്ടെന്ന് വീഴാവുന്നതാണ്. നമ്മളിവിടെ നമുക്കറിയാം, കുറേ ആപ്പിൾ മരം നട്ടിട്ട് ചിലതെല്ലാം നല്ലവണ്ണം ഉത്സാഹിച്ച് വന്നെങ്കിലും താഴോട്ട് പോകുമ്പോൾ കട്ടിയായ പാറകളുള്ളതുകൊണ്ട് ആപ്പിൾ മുരടിച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആപ്പിളിന് വേര് സൈഡിലേക്ക് അധികം പോകത്തില്ല. എന്നാൽ ഈ റെഡ്വുഡ് ട്രീ എന്ന് പറയുമ്പോൾ അതിന് തായ്വേര് കുറവാണെങ്കിലും ഒരു 50 അടി അകലത്തിൽ ഇതിൻ്റെ വേര് പ്രതലങ്ങളിൽ കൂടെ പോകുന്നതാണ്. 5 അടി താഴ്ചയിൽ കൂടെ ഈ വേരുകൾ പോകും. അപ്പോൾ അടുത്ത വേരുകൾ ഇങ്ങോട്ട് വരും. അടുത്ത വേരുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഇത് തമ്മിൽ കോമ്പാക്റ്റ് അല്ലെങ്കിൽ കണക്റ്റഡായിത്തീരും. അങ്ങനെ ഓരോ മരങ്ങളും തമ്മിൽ കണക്റ്റഡായിട്ട് അവർ ബലം ശക്തിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എത്ര കൊടുങ്കാറ്റടിച്ചാലും ഒരു മരം തന്നെയല്ല, എല്ലാ മരങ്ങളും തമ്മിലുള്ളതായ ആ കോമ്പാക്റ്റ് ടുഗദർ അല്ലെങ്കിൽ ആ ഫെലോഷിപ്പ്, നമ്മുടെ ഭാഷ പറഞ്ഞ കൂട്ടായ്മ, അതാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. മറ്റൊന്ന്, അത് പുറമേ നോക്കുമ്പോൾ കട്ടിയുള്ള മരമായി തോന്നിയാൽ വളരെ സോഫ്റ്റ് വുഡാണ്. ആ സോഫ്റ്റ് വുഡ് ആയതുകൊണ്ട് ഏത് കാറ്റടിക്കുമ്പോഴും ഇത് വളഞ്ഞു കൊടുക്കും, താന്നു കൊടുക്കും. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കത്തില്ല. ആ മരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ അതിന് താഴ്ന്നു കൊടുക്കാനായിട്ടുള്ളതൊരു വലിയ മനോഭാവം ഉള്ളതുകൊണ്ട് അതിന് ഏത് കൊടുങ്കാറ്റടിച്ചാലും അതിനെ വീഴ്ത്താൻ കഴിയത്തില്ലെന്നാണ്. അതുകൊണ്ടാണ് വർഷങ്ങളായി നിൽക്കുന്ന അനേകം മീറ്ററുകൾ ഉയരത്തിൽ അതിങ്ങനെ നിൽക്കും. വളരെ പ്രാധാന്യമേറിയൊരു മരമാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഈ അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ, അമേരിക്ക ഒരു പ്രോമിസ് ലാൻഡാന്ന് പറയാൻ കാരണം എന്താ? ഇത് നമുക്കറിയാം, അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങൾ നമുക്കൊരു 1400 ശേഷം കൊളംബസ് ആദ്യമായിട്ട് അമേരിക്ക പോയി ഇന്ത്യയെ കണ്ടുപിടിക്കാൻ പോയ മനുഷ്യനാണ്. ഇന്ത്യയെ കണ്ടുപിടിക്കാൻ പോയ മനുഷ്യൻ അവസാനം എന്ത് ചെയ്തു? ചെന്നെത്തി അമേരിക്കയിലാണ്. അപ്പോൾ അവിടെ കണ്ട ജനങ്ങൾക്ക് താൻ ഇന്ത്യക്കാരെന്നുള്ള പേര്, അങ്ങനെയാണ് റെഡ് ഇന്ത്യൻസ് എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ അവിടുത്തെ ഫോർ ഫാദേഴ്സ് റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയിലെ 1600 കാലയളവിൽ നമുക്കറിയാം ഒരു ഉണർവുണ്ടായ സമയങ്ങളാണ്. രക്തമേരി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിനിയുടെ ചില ക്രൂരമായ പീഡനങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ കൂടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കടന്നു പോയെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ കാലയളവിൽ അതിനു മുമ്പോ ഇന്നത്തെ എലിസബത്ത് രാജ്ഞിയുടെ കുടുംബക്കാരനായിരുന്ന തലമുറകൾക്ക് പിന്നിലുള്ള ഹെൻറി 8 അദ്ദേഹമാണ് ബൈബിൾ ആദ്യമായിട്ട് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ലോകത്തിൽ വലിയൊരു ഉണർവിൻ്റെ സംഭവമായിരുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തെറ്റായ വഴിയിൽ കൂടെയാണ് താൻ പോയെങ്കിലും തൻ്റെ പ്രവൃത്തി ഏതായാലും സമൂഹത്തിന് പ്രയോജനപ്പെട്ടു. അന്ന് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഇംഗ്ലണ്ടിൽ വാണുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കത്തോലിക്കരായിരുന്നു. അപ്പോൾ ഹെൻറി 8 ഒരു ഭാര്യ തനിക്കുണ്ട്, കാതറിൻ ആനിബോൾ എന്ന് പറയുന്ന വ്യക്തിയോട് കല്യാണം കഴിക്കണം. അപ്പോൾ സഭ അതിന് അനുവദിക്കത്തില്ല. 2 ഭാര്യമാരെ അനുവദിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരാൾ മരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു? പോപ്പിനെ തള്ളിപ്പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലുള്ളതായ ആർച്ച് ബിഷപ്പിനെ അവിടുത്തെ പോപ്പാക്കി തൻ്റെ അനുവാദത്തോടു കൂടി താൻ ഈ വിവാഹം കഴിക്കുകയും പിന്നീട് തനിക്ക് പല ഭാര്യമാരുണ്ടായിരുന്ന അവർ. ഏതായാലും ശരി, ഈ മനുഷ്യർ നല്ല കാര്യം ചെയ്തു. കിങ്സ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബൈബിള് അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാണുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതോടെ മനുഷ്യർ ഒരുപാട് ബൈബിൾ വായിക്കാനും ഒരു ഉണർവിൻ്റെ, അങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരു ഉണർവിൻ്റെ കാലത്തിൽ ആദ്യമായിട്ട് പെന്തിക്കോസ്റ്റ് അനുഭവങ്ങളിൽ കുറേ മനുഷ്യർ മുമ്പോട്ട് വരാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവർ വിശുദ്ധീകരണമുള്ള മനുഷ്യരായി തീർന്നു. നോക്കണം, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വിശുദ്ധീകരണമാണല്ലോ. ആ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ ഈ പറഞ്ഞതുപോലെ പ്യൂരിറ്റൻ ഗ്രൂപ്പ്സ്, നമ്മൾ പെന്തിക്കോസ്റ്റൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന പോലെ ഒരു അർത്ഥത്തിൽ പെന്തിക്കോസ്റ്റൽ പ്യൂരിറ്റൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു റിവൈവൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടായി.
അപ്പോൾ അവരോട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ ഗവൺമെൻറ്റിലുള്ളതായ സഭയെ കീഴ്പ്പെട്ട് വേണം പോകാൻ, അത് കൂടുതൽ ഉണർവൊന്നും വേണ്ട, പാരമ്പര്യമായ ട്രഡീഷണൽ ചർച്ചിലേക്ക് തന്നെ നിങ്ങൾ പിൻപറ്റി പോകണം. പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടി നെതർലൻഡിലേക്ക് യാത്രയായി. നെതർലൻഡിൽ നിന്ന് ഹോളണ്ട്, കാരണം ഇവിടെ നിന്നും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരെ അവിടെ നിന്നും ശരിയായിട്ട് അവരെ സ്വീകരിക്കാത്തതുകൊണ്ട്. ആ സമയത്താണ് നമുക്കറിയാം ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഒരാളെ കണ്ടുപിടിച്ചത് അല്ലേ. അദ്ദേഹത്തിന് ശേഷം കൊളംബസിന് ശേഷം ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്നൊരു സ്ഥലം കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ച ആളുടെ പേര് ജോൺ കോംബോ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് വലിയ പ്രശസ്തിയാണ്. അപ്പം ആ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയാണ് 102 പേരടങ്ങിയതായ പിൽഗ്രിംസ് ഫാദേഴ്സ് കിട്ടില്ലേ. അമേരിക്ക എന്ന് പറയുന്നത് പിൽഗ്രിം ഫാദേഴ്സ്, അതായത് പരദേശികളായ പിതാക്കന്മാരാൽ ഉണ്ടായ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് തുടക്കം. അങ്ങനെ 102 പേര് ഒരു 100 അടി നീളവും 30 അടി വീതിയുള്ളതായ ഒരു കപ്പൽ, അതിൻ്റെ പേര് മേഫ്ലവർ എന്നാണ്. മേഫ്ലവർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇടുക്കിയിൽ കുമളി ഭാഗത്തും മേഫ്ലവർ എന്ന് പറയുന്ന പൂവുണ്ടോ? കണ്ടിട്ടില്ലായിരിക്കും. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ അതിനെ ഗന്ധരാജ് എന്നാണ് പറയുന്നത്. ഗന്ധരാജ് എന്ന് പറയുന്ന പൂവിനെയാണ് ഈ മേഫ്ലവർ എന്ന് പറയുന്നത്. പിന്നീട് ചില ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ താഴേന്ന് വെറും കിഴങ്ങ് മാത്രം കാണും, പക്ഷേ ഹൈ ചൂട്, സൂര്യൻ്റെ ഹൈ താപത്തിൽ താഴേന്ന് പൊങ്ങി വരുന്ന പച്ച തണ്ടും ചുമന്ന വിടർന്ന പൂവായിട്ട് വരുന്ന അതിനെയും മേഫ്ലവർ എന്ന് പറയും. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മൂത്ത പെങ്ങൾ ഗവൺമെൻറ്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ കന്യാസ്ത്രീമാരുടെ തോട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇത് രണ്ടും അവിടെ നട്ട് ഒരു 2-3 വലിയ ചെടിയുണ്ടായിരുന്നു ഈ ഗന്ധരാജൻ. അപ്പം അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ സമുദായത്തിലായതുകൊണ്ട് മെയ് മാസം എന്ന് പറയുന്നത് മാതാവിൻ്റെ വണക്കമാസം. അപ്പോൾ എന്നും കൊണ്ട് ഈ പൂ പറിച്ച് ഞാൻ കൊണ്ട് വെക്കും, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാകട്ടോ. അപ്പോൾ അതിനെയാണ് മേഫ്ലവർ എന്ന് പറയുന്ന, ഓരോ രാജ്യത്തും ഓരോ പൂവായിരിക്കും. ഗന്ധരാജ് എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ. മറ്റൊന്ന് ഈ കുട പോലെ നിൽക്കുന്നതായ ചുമന്ന പൂ, അതൊക്കെ ഇവിടെയും കാണും. അപ്പോൾ ഈ മേഫ്ലവർ കപ്പലിൽ ഇവർ യാത്ര ചെയ്ത് 66 ദിവസം എടുത്തു. പ്രകൃതിക്ഷോഭങ്ങളിൽ നമുക്കറിയാം ആധുനിക കാലത്ത് ടൈറ്റാനിക് 1912 14 കണ്ട് ടൈറ്റാനിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത സമയത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ട് പോലും അത് മുങ്ങിത്താന്ന് അനേക മനുഷ്യർ മരിച്ചു നമുക്കറിയാം. ഇവർ ഈ യാത്രയിൽ 66 ദിവസം ഈ പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ചെന്ന ഇംഗ്ലീഷുകാർ, അപ്പോൾ യൂറോപ്യരാണ്, ആക്ച്വലി യൂറോപ്പിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇംഗ്ലണ്ട്. അങ്ങനെ ഇവർ അമേരിക്കയിലേക്ക് ചെല്ലാൻ പോകുന്ന കാലത്തിൽ ഈ വഴിമധ്യം ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തു. കടൽ തിരമാലകളും മറ്റു പ്രശ്നങ്ങളും എല്ലാം നേരിട്ട് അവിടെ വെച്ച് ഒരാൾ മരിക്കുകയും ചെയ്തു. 102 പേരിൽ ഒരാൾ മരിച്ചെങ്കിലും അതേ കപ്പലിൽ ഒരു സ്ത്രീ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അതിൻ്റെ പേര് ഓഷ്യാന എന്ന് പറഞ്ഞാൽ കടൽ, സമുദ്രം പേരിട്ട്. അങ്ങനെ 102 പേര് ഈ പറഞ്ഞ മസാച്യൂസെറ്റ്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൻ്റെ പ്ലൈമൗത്ത് റോക്ക് എന്ന് പറയുന്ന പാറയുടെ ആ കടൽ തീരത്ത് പോയി അവർ എത്തി. ആദ്യമായിട്ട് അമേരിക്കയിൽ കാലുകുത്തുന്ന പിൽഗ്രിംസ് അമേരിക്കക്കാർ അവരാണ്. അപ്പോൾ അങ്ങനെ ആ പ്ലൈമൗത്ത് റോക്കിൽ പോയി ഇറങ്ങി അവിടുന്ന് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പുമായിട്ട് ആദ്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അവരെ സ്വീകരിക്കാൻ അതിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. താൻ സ്പെയിനിലും അവിടെല്ലാം പോയി കുറേ ഇംഗ്ലീഷെല്ലാം പഠിച്ചതായ സ്കോണ്ട എന്ന് പറയുന്ന ഒരു റെഡ് ഇന്ത്യക്കാരൻ ഇവരെ സ്വീകരിക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്തു, ആ സ്ഥലത്ത് ഇറങ്ങി കുടിലെല്ലാം വെച്ച് കൃഷികൾ ഇവരെ പഠിപ്പിച്ചു. സ്കോണ്ട എന്ന് പറയുന്നതായ റെഡ് ഇന്ത്യക്കാരനാണ് ഈ പിൽഗ്രിംസ് ഫാദേഴ്സിനെ അല്ലെങ്കിൽ ഇവരെ ഈ അഭയാർത്ഥികളെ അല്ലെങ്കിൽ പറഞ്ഞ പരദേശികളെ അവിടെയുള്ളതായ കൃഷികളെല്ലാം പഠിപ്പിക്കുകയും ഔഷധ ചെടികളെല്ലാം. അപ്പം ഇതായിരുന്നു അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു വരുന്ന സമയത്ത് കൃഷിയെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോഴാണ് അവരവിടെ വെച്ചൊരു ഫീസ്റ്റ്, ഇപ്പോഴും അമേരിക്കയിലെ നമ്മുടെ ഓണം പോലെ കൊണ്ടാടുന്ന
ഒരു താങ്ക്സ് ഗിവിങ് സെലിബ്രേഷൻ എന്ന് പറയുന്നൊരു ഡേ ഉണ്ട്. അതായത് നവംബർ 4th വീക്കാണ്, വ്യാഴാഴ്ച. അതായത് 4ാമത്തെ ആഴ്ചയിൽ വ്യാഴം തേഴ്സ്ഡേ ദിവസമാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ അതിങ്ങനെ ആഘോഷിച്ച് കൊണ്ടുവരാറുണ്ട്, ഇപ്പോഴുണ്ട്. അതൊരു വലിയ ചടങ്ങാണ്. നമ്മൾ ഓണം പോലെ തന്നെ വിളവെടുപ്പിൻ്റെ പെരുന്നാൾ, ഫലശേഖര പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ എന്ന് പറഞ്ഞ പോലെ അവരാഘോഷിക്കുന്നത് ഇപ്പോഴും താങ്ക്സ് ഗിവിങ് എന്ന് പറയുന്ന ആ സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ്. അത് ഏറ്റവും ശക്തമായി കൊണ്ടുവന്നത് അന്ന് ഈ പ്യൂരിറ്റൻസിൻ്റെ പിൽഗ്രിം ഫാദറായ വില്യം ബ്രാഡ്ഫോർഡ് എന്ന് പറയുന്ന ആളാണ് ഇവരുടെ ലീഡർ, ഈ 102 പേരുടെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിൽ പകുതി പേര് ഈ കാലയളവിൽ അവിടുത്തെ കഠിന രോഗവും പ്രകൃതിക്ഷോഭം മൂലം മരിക്കുകയുണ്ടായി. ബാക്കി ഏകദേശം 50 പേരോളം, 50 എന്ന് പറയുന്നൊരു തുടക്കമാണല്ലേ, പെന്റിക്കോസ്റ്റ്. അങ്ങനെയാണ് അമേരിക്കയിലെ കോളനികൾ ആരംഭിക്കാൻ തുടങ്ങിയത്. അങ്ങനെ 1556 മുതൽ 1700 കാലയളവിൽ, ഈ കാലങ്ങളിൽ മനുഷ്യൻ അവിടുന്ന് ഇവിടുന്നെല്ലാം കുടിയേറാൻ തുടങ്ങി. സ്പെയിന്, ഡച്ച്, പോളണ്ട്, ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് കുടിയേറിയ ആ കുടിയേറ്റക്കാരായ ആളുകളാണ് അമേരിക്കയിലെ ആദ്യത്തെ സ്റ്റാർട്ടിങ് നടക്കുന്നത്. അങ്ങനെ ആ കാലങ്ങളിൽ തന്നെ അവർക്ക് ആരംഭകാലത്ത് വലിയ ക്ഷാമമുണ്ടായി. ഈ പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞ പെന്റിക്കോസ്റ്റുകാർ ആ ക്ഷാമം വന്ന സമയത്ത് അവർ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല മഴ, അതിനുശേഷം എല്ലാ വർഷവും നല്ല വിളവ്. അങ്ങനെയാണ് ഈ പറഞ്ഞ താങ്ക്സ് ഗിവിങ് അവിടെ ആരംഭിക്കാൻ കാരണം. അപ്പോൾ നമുക്കറിയാം, ഈ കാലയളവിൽ കോളനികൾ വിപുലീകരിക്കാൻ തുടങ്ങി. അവിടെ സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ പിന്നീട് ആരംഭിച്ചത്. അതിനുശേഷം ജെയിംസ് ടൗൺ, പിന്നീട് അത് വ്യാപിച്ച് ബൂസ്റ്റൺ തുറമുഖം വരെയും. അപ്പോൾ ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു, വീണ്ടും അവിടുന്ന് ആധിപത്യം നടത്തി ഇവരെ ടാക്സും പല കാര്യങ്ങളൊക്കെ ഇവരെ അടിമപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാണ് അവിടുത്തെ സ്വാതന്ത്ര്യ സമരം 1700, അതായത് ജോർജ് വാഷിങ്ടൻ്റെ 1774-75 കാലയളവിൽ അവിടുത്തെ ആർമി ചീഫായി ജോർജ് വാഷിങ്ടൺ നിയമിക്കുകയും, ജോർജ് വാഷിങ്ടനാണ് അവിടെ ആദ്യത്തെ പ്രസിഡന്റ് നമുക്കറിയാം. പിന്നീട് 1860-65 കാലങ്ങളിൽ എബ്രഹാം ലിങ്കൻ അടുത്ത നവീകരണ കർത്താവാണ്. ഈ കാലങ്ങൾക്ക് ശേഷമാണ് അമേരിക്ക ശരിയായൊരു ഫോം, പിന്നീടാണ് 50 സ്റ്റേറ്റൊക്കെ ഉണ്ടായി ഈ അമേരിക്ക ഇന്ന് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വളരെ മനോഹരമാണ്. അപ്പോൾ ഈ കമാൽ ഭാഷ സാറ് സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം പറയും, ഇതൊരു സ്വർഗതുല്യമായ അവസ്ഥകൾ കാണുക എന്നാണ്. ഇത്രയും മനോഹരമായൊരു സ്ഥലം, വൃത്തിയായി ഭംഗിയായി പഴവർഗ്ഗങ്ങളും പൂക്കളും എല്ലാം നിറഞ്ഞതായി മനോഹര ദേശത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്ന ഈ 2 കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. അവിടെ കുട്ടികളെ, അപ്പോൾ കുഞ്ഞുങ്ങളെ കണ്ടത് എൻ്റെ സന്തോഷം, പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു അനുഭവം. ഇന്ന് അമേരിക്ക നമുക്കറിയാം എന്തുമാത്രം പ്രശ്നങ്ങളും കലാപങ്ങളുമാണ് ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കൊല്ലുക, വെടിവെച്ച് കൊല്ലുന്നതൊക്കെ ഉണ്ടായി. ഇതൊരു വാഗ്ദത്ത നാടായിട്ടാണ് ആ കാലങ്ങളിൽ ഈ പിൽഗ്രിംസ് കരുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വാഗ്ദത്ത നാടിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ജനങ്ങൾ അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞ ഒരു കാലത്ത് കടൽ കടക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും അങ്ങോട്ടല്ലേ പോകുന്നേ. കടൽ കടക്കാൻ പാടില്ലെന്ന കാലത്തിലാണ് ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും സ്വാമി വിവേകാനന്ദനും ഒക്കെ പോയി നല്ല നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പം നമ്മളിവിടെ കിടന്ന ഒരു അരാജകത്വം, ഒരു മൂരാച്ചി സ്വഭാവങ്ങളെല്ലാം മാറണമെങ്കിൽ കമാൽ ഭാഷ സാറ് വന്ന് എല്ലാവരും അമേരിക്കയിൽ പോയി കറങ്ങിയിട്ട് വരണമെന്നാണ് പറഞ്ഞതാണ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ മന്ത്രിമാരുമൊക്കെ ഇടയ്ക്ക് അമേരിക്കയ്ക്ക്, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇടയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, എന്നാൽ ഇങ്ങനെയൊരു വാഗ്ദത്ത ലാൻഡ് ഉള്ളപ്പോൾ തന്നെ നമുക്ക് അതിനപ്പുറത്തേക്ക് നമുക്കൊന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ പൂക്കളും കുഞ്ഞുങ്ങളും മനോഹരമായൊരു സ്ഥലം. നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇമ്മാനുവേലിൻ്റെ ദേശം. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ, എൻ്റെ അളവ് നൂൽ ഒരു മനോഹര ദേശത്തിൽ വീണിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന ഈ പെന്റിക്കോസ്റ്റുകാരാണ് ആദ്യമായിട്ട് അമേരിക്കയിലെ സ്റ്റാർട്ടിങ്. അതാണ് അമേരിക്കയുടെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് ഏകദേശം ഈ പറഞ്ഞ പോലെ 1620 മുതൽ 1962 കാലയളവ് വരെയും ആ ഒരു അന്തരീക്ഷം ഇങ്ങനെ നഷ്ടപ്പെടാൻ സൂക്ഷിച്ചിരുന്നു. എന്നാൽ 62-ൽ ലോകത്തിൻ്റെ ഗതി മാറി. അപ്പോൾ അവരെന്ത് ചെയ്തു, സ്കൂളിൽ നിന്നെല്ലാം പ്രാർത്ഥന മാറ്റി, ബൈബിളിന് പ്രാധാന്യം ഇല്ലാതായി. അങ്ങനെ 62-ന് ശേഷം അമേരിക്ക മറ്റൊരു മുഖമായിട്ട് മാറിക്കൊണ്ട്. എങ്കിലും ഇപ്പോഴും അവിടെ ഈ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന അവരുടെ തനിമയെ സൂക്ഷിച്ചുകൊണ്ട് വേർപാട് ജീവിതം ചെയ്ത് അങ്ങനെ തന്നെ കഴിയുന്നൊരു വലിയ സമൂഹമുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് വേർപെട്ട സഭകളും
ക്രിസ്ത്യൻ സഭകളും പെന്തിക്കോസ് സഭകളും മെത്തേഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചുകളൊക്കെ വെസ്ലിയൻ ചർച്ചസൊക്കെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് അവിടെ. അതിനിടയിൽ പെന്തിക്കോസ് മാർഗം, പ്യൂരിറ്റൻ മാർഗം വളരെ ശക്തിപ്പെട്ട് വരുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. അങ്ങനെ അമേരിക്ക വരും അതപ്പതിച്ച രാജ്യം എന്നുള്ളതല്ല, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യർക്ക് ആരെയും റെസ്ട്രിക്ഷൻസ് ഇല്ല, നിബന്ധനകളില്ല. 18 വയസ്സ് വരെയും അവർ വളർത്തിയ ശേഷം പോയി ജീവിച്ചോണം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോണം, സ്വതന്ത്രമായ ജീവിതം. ഒരു വിധത്തിൽ അത് തെറ്റെന്ന് പറയാനൊക്കത്തില്ല. കാരണം മനുഷ്യന് ദൈവം ആ സ്വതന്ത്രമായ ജീവിതം നീ തിരഞ്ഞെടുത്തോണം, വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്തല്ല. അതാണ് ബൈബിൾ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും അപ്പോൾ അവർ തിരഞ്ഞെടുക്കാം. ബൈബിൾ തന്നെ പറയുന്നില്ലയോ, ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ ഗുണവും ദോഷവും നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതൊരു നല്ല കാര്യം. ഒരുപാട് അടിച്ചേൽപ്പിച്ച് മനുഷ്യരെ ഇങ്ങനെ കട്ടായപ്പെടുത്തി ജീവിപ്പിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മുടെ ഈ പെന്തിക്കോസ് മിഷൻ തന്നെ ഒരു തലമുറയെ ആത്മീയത്തിൽ വളർത്തുന്നതോടൊപ്പം തന്നെ ഒരുപാട് സ്ട്രിക്റ്റ് നമ്മുടെ വേലക്കാരും വിശ്വാസികളും ജനങ്ങളുടെ മേൽ നല്ല ഉദ്ദേശത്തോടാണ്. പക്ഷേ അങ്ങനെ പിള്ളേരെന്ത് ചെയ്യും, കടിച്ചമർത്തി ഇങ്ങനെ ഭക്തിയുടെ വേഷം ധരിച്ചു അവർ പാസ്റ്റർമാരെ കാണുമ്പോൾ അപ്പച്ച സ്തോത്രം നടുകൂടെ വളച്ച് കാണിക്കുവാണ്, ഇല്ലയോ? നടുകൂടെ വളച്ച് കാണിക്കും, വോട്ട് കുത്തും, അപ്പച്ച ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച്. എന്നിട്ട് പോകുന്നത് ഇവിടോട്ടാ. ഒരു കൂട്ടർ പോകുന്നത് ജോളി അടിക്കാനും, ചിലവന്മാർ മാറിപ്പോകുന്നവരുമുണ്ട്. അതാണ് ഇവിടെ വരുമ്പോഴോ ഞായറാഴ്ച എല്ലാവരും അല്ല കേട്ടോ, ഒരു 10% ആളുടെ അറിയാവുന്നു, ബാക്കി 90% നല്ല പിള്ളേരാണ്. 10% ഇടുക്കിയിലൊന്നും അത്രയും കാണാനില്ല, നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭക്തിയാണ് ചില ശുശ്രൂഷകർ പോലും ശരിയായ ഭക്തി എന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പഠിച്ചു. ഇനി ചില ഉപദേശിമാർ പോലും അത് പഠിച്ചു. അപ്പച്ചന്മാരെ കാണുമ്പോൾ വലിയ ഭക്തിയോട് സംസാരിക്കും, പൊക്കി പറയും. അതും 10% ഉള്ളൂ കേട്ടോ. എല്ലായിടത്തും ഞാൻ കണക്കൂടി 10% കാര്യമാണ്. അതുകൊണ്ട് ഈ ആത്മീയത്തെക്കാൾ ഭക്തിയിൽ കൂടുതൽ പ്രാധാന്യം. ഏത് ഭക്തി? യഥാർത്ഥ ഭക്തിയാണെന്ന് തിരക്കുള്ളൂ. പണ്ട് ഇതിൽ പറയാറില്ല, ഏതാ മേപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തി. അത് ഒറിജിനൽ ഭക്തിയാണ്, റിയാലി അല്ലെങ്കിൽ ശരിയായ ദൈവഭക്തിയാണ് ദൈവഭക്തി. പക്ഷേ അല്ലാത്തത് ആദായ സൂത്രമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു കപട സമൂഹം ഇതിനകത്തുണ്ട്. വേലക്കാരുടെ ഇടയിലുണ്ട്, വിശ്വാസികളുടെ ഇടയിലുണ്ട്. നടത്തിപ്പാരെ കാണുമ്പോൾ വലിയ ഭക്തി കാണിക്കുക, താഴ്മയോട്. അവർക്കറിയാം ഇത് കാണിച്ച് കഴിയുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ, അല്ലെങ്കിൽ ഞായറാഴ്ച ഒന്ന് മുടിയൊക്കെ വെട്ടിച്ച് ക്ലീൻ ഷേവ് എടുത്ത് ഈ പറഞ്ഞ പോലെ വെള്ളം ഇട്ടുകൊണ്ട് വന്ന് അപ്പച്ചൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ വേണേൽ പറയും. ഉടനെ പറയും അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചുവേദന പോയി. സാക്ഷിയും പറയും. അങ്ങനെ സാക്ഷി പറഞ്ഞു ഒരുത്തും സാക്ഷി പറഞ്ഞ് ഇറങ്ങിയ ഉടനെ അവന് നെഞ്ചുവേദന തുടങ്ങി. നോക്കണം, നാട്ടിലൊരുത്തിന് ഇങ്ങനെ കള്ളസാക്ഷ്യം പറഞ്ഞ് ഇറങ്ങിയ ഉടനെ നെഞ്ചുവേദന തുടങ്ങി. അയ്യോ, കാറി കൂവി തെറ്റ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, ശരിയായി. അപ്പോൾ അങ്ങനെയൊന്നുമല്ല ആത്മീയത. മനുഷ്യൻ ഒരു വിധത്തിൽ പറഞ്ഞ് കുറേ സ്വതന്ത്രനാണ്, അവനൊന്നും അടിമപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവനവൻ ജീവിച്ചു പോകണം. അപ്പോൾ അമേരിക്കയിലെ നയം തെറ്റെന്ന് പറയാനൊക്കത്തില്ല ഒരു ഭാഗം. കാരണം നന്മയ്ക്കും ഉണ്ട് തിന്മയും ഉണ്ട്. ബൈബിൾ അങ്ങനെ പറയും, നന്മയും തിന്മയും ഗുണവും ദോഷവും. കൂടുതലൊന്നും നമ്മളധികം അങ്ങനെ കരുതേണ്ട ആവശ്യമൊന്നും. നല്ലൊരു മാതൃകാ അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കുക, പിന്നെ അവനവൻ ജീവിക്കട്ടെ. അല്ലെ മുടിയനായ പുത്രം പോയതുപോലെ കറങ്ങിയടിച്ച് വരട്ടെ. ഇല്ലെങ്കിൽ അതോടെ തീരും, അത്രയേ ഉള്ളൂ. പിന്നെ തലമുറ വരികയല്ലേ, ഇവിടെ വംശങ്ങളിങ്ങനെ പെറ്റു വരികയില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നശിക്കും. അപ്പോൾ അവിടെ ഇതിനെക്കുറിച്ചൊന്നും ആരും വലിയ ബോധറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങൾ നമ്മൾ മാതൃകയായി ജീവിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷിയായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ജീവിക്കണോ ജീവിച്ചോണം. ആർക്കും എല്ലാം ഇന്നത്തെ കാലത്തിൽ പ്രായമുള്ളവരെക്കാൾ അറിവാണ് കുഞ്ഞുങ്ങൾക്ക്, അല്ലേ? പണ്ട് മാതാപിതാക്കൾ പറയുമ്പോൾ പിള്ളേരെ ഇത് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. പിള്ളേരെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ പിള്ളേർ തിരിച്ചാണ് പറയുന്നത്. ഏതാ അപ്പനും അമ്മയും എവരെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത്. അറിയാം, തന്തം തള്ളി. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ഇവർ പല കാര്യത്തിൽ ഇഗ്നോറൻ്റാണ്, പല കാര്യത്തിൽ ആവശ്യമില്ലാത്ത കടുംപിടുത്തം. അപ്പോൾ അങ്ങനെയാണ് പിള്ളേരിപ്പോൾ പറയുന്നത്. ഒരു പയ്യൻ ഇന്ന് ഞാനൊരു ഇതിക്കും പറഞ്ഞു, ഈ അപ്പനുണ്ടായതിനു ശേഷം എനിക്കൊരു സ്വസ്ഥതയും തന്നിട്ടിരുന്നതാണ്. എൻ്റെ കാതിന് കേട്ടതാണ്. ഞാൻ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതാണ്, അവൻ്റെ ഓർമ്മയായ കാലം വരെ ഈ അപ്പൻ വേണ്ടാത്ത സ്ട്രിക്റ്റ് നിയമങ്ങളും പറഞ്ഞ് അങ്ങനെ വളർത്തിയ പെന്തിക്കോസ്റ്റിലെ പിള്ളേർ പോലും +2 കഴിയുമ്പോൾ ഇവിടുന്ന് പറക്കുകയാണ്. ബാംഗ്ലൂർ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക, ഈ 10%, ബാക്കിയുള്ളതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെയും പിടിച്ചിങ്ങനെ വീശിയെടുക്കട, മുടി വെട്ടട, അവന് സൗകര്യമുണ്ട് വെട്ടട്ടെ, ഇവിടെ തന്നെ കല്യാണം നടത്തണം. ഇതൊന്നും നമ്മളിപ്പോൾ കാലത്ത് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അവിടെയെങ്കിലും പോയി നടത്തട്ടെ, അല്ലെങ്കിൽ രജിസ്റ്റർമാവ് ചെയ്യട്ടെ, ഒന്നില്ല കുറേ ലാഭമുണ്ടല്ലോ. അതാണ് ഞാനും പറഞ്ഞു, എടാ രജിസ്റ്റർമാവും ചെയ്തിട്ട് വരാം, ഞാൻ പ്രാർത്ഥിച്ചു വിടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലവും കുറഞ്ഞിരിക്കും. ഈ എത് ചെയ്താലും തമ്പുരാൻ വേണ്ടി അനുഗ്രഹിക്കാൻ.
പിന്നെ ശരിയായ ഭക്തിയിലും ഈ പറഞ്ഞ ബാഗിനോട് ജീവിക്കുന്നവരിങ്ങനെ പോട്ട് അവരാലോചിച്ച കാര്യങ്ങളല്ലെങ്കിൽ നല്ല രീതിയിൽ പെയ്ത്തോലെ കഴിക്കട്ടെ. അത് മറ്റുള്ളവർ വിമർശിക്കാൻ പോകണ്ട. ചിലപ്പോൾ ഒരുപക്ഷെ ഈ നല്ല കല്യാണം നടത്തിയവന്മാർ 6 മാസം കഴിയുമ്പം ഡൈവേഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് 6 മാസം മുടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ നന്നായിട്ട് പോകുന്നുമുണ്ട്. ഇതൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ. നമ്മളിതിന് മാത്രം ഒരുപാട് മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നും ഈ കാലത്തിൽ ഇല്ല. മക്കളുടെ കാര്യത്തിലായാലും ശരി, വിശ്വാസിയുടെ കാര്യത്തിലും കൂട്ടുവേലക്കാരുടെ കാര്യത്തിലും നമ്മൾ ജീവിക്കുക. നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ധൈര്യവും സാക്ഷ്യം വരും. അതോടെ നമ്മുടെ പിന്മാറ്റം പോയി. പിന്നെ നമ്മളാരും പറയത്തില്ലോ ഇവിടെ ഉള്ളവന്മാരെല്ലാം കള്ളന്മാരാണ്, ആദ്യ നൂറ്റാണ്ടിൽ അനുഭവമില്ല. ഇതൊക്കെ ചുമ്മാ ഡയലോഗല്ലേ. നീ ജീവിക്കാൻ തുടങ്ങേ, നീ ദൈവമായുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നം തീർന്നു. പിന്നെ നിനക്ക് എല്ലാവരും സ്നേഹിക്കാൻ കഴിയും, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയും, നന്മ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ യഥാസ്ഥാനപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കുറ്റങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അത് മാറ്റിയെടുക്കാം. അപ്പോൾ കമാൽ പാഷ സാർ പറഞ്ഞ പോലെ അമേരിക്കയിലെ കാഴ്ചകൾ തന്നെ ഏറ്റവും വലിയ സ്പർശിച്ചത് ഈ കൂട്ടായ്മയുടെ ബന്ധമാണ്. അതാണ് കോമ്പാക്ട് ടുഗദർ. ഈ പ്യൂരിറ്റൻസ് അമേരിക്കയിൽ ചെന്ന് അവരൊരു കൂട്ടായ്മ ആരംഭിച്ചു, പ്രാർത്ഥനാ കൂട്ടായ്മ. 1620 21 അവിടെ ഉണ്ടായ പ്യൂരിറ്റൻ കൂട്ടായ്മയ്ക്ക് കോമ്പാക്റ്റ് ടീം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, കോമ്പാക്റ്റ് ടീം. ഇംഗ്ലീഷുള്ളവരെടുത്തോണം. 122 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതേ വാക്യോടെ പറഞ്ഞിട്ടുണ്ട്. നോക്കണം. അപ്പോൾ ഈ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞത് ഇണയ്ക്കപ്പെട്ടതായൊരു അനുഭവം, അതായത് പിരിക്കാൻ വയ്യാത്ത വിധത്തിൽ ഇണയ്ക്കപ്പെട്ടതായ. അതാണ് ഈ റെഡ് വുഡിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. അതിങ്ങനെ വേരുകൾ 50 അടി അകലത്തിൽ പോയി തമ്മിൽ ഇണക്കി, അല്ലെങ്കിൽ കോമ്പാക്റ്റ് ഒരു ശത്രുവിനും അത് നേരിടാൻ കഴിയില്ല. അപ്പോൾ കൂട്ടായ്മയുടെ ബലം അങ്ങനെയാണ്. ഞാൻ പഠിച്ച സമയത്തിൽ ഒരു കന്യാസ്ത്രീ ഒരു ചൂലുമായിട്ട് ക്ലാസ് വന്നു, ലൂയിസ് മേരി. നല്ലൊരു ഇതാണ്. അന്നൊക്കെ പിള്ളേരല്ലേ, വീടുകൾ പല വീടുകളിൽ നിന്ന് വരുന്ന പിള്ളേരൊക്കെയാണ്. അവർ ബെഞ്ചാ 10-40 പിള്ളേർ കാണും. ഈ വീടുകളിലൊന്നും അത്രയും ഡിസിപ്ലിൻ എല്ലാവരും കാണത്തില്ലല്ലോ. ഇവിടെ വന്ന് അവർ 2ാം ക്ലാസ് ബെഞ്ചിലാണ് പോകുന്നത് ചിലപ്പം, കേട്ടോ. ഇന്നൊക്കെ കുട്ടികളൊക്കെ എത്രയോ സ്റ്റാൻഡേർഡുണ്ട്. അന്ന് ബെഞ്ചിൽ ഇടയ്ക്കിങ്ങനെ. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് വെളിയിലിറങ്ങും. ഏതാ ഈ കന്യാസ്ത്രീ അമ്മയാണ് എന്ത് ചെയ്യുന്നത്? അയ്യോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മടിയും കൂടാതെ അതെല്ലാം കഴുകി ആ കൊച്ചിനെ കൊണ്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി അല്ല കുളിപ്പിച്ച്. ഇവിടെ നിങ്ങൾ ഡ്രസ്സൊക്കെ ഉണ്ട്, അവിടെ അത്യാവശ്യം കാണും. എനിക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനുശേഷം മദ്രാസിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞാൻ ഈ കന്യാസ്ത്രീ അന്വേഷിച്ച് അവർക്കൊരു പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി. കാരണം നല്ല സ്നേഹവും മാധുര്യമുള്ളൊരു സ്ത്രീ. അപ്പോഴത്തേക്ക് ഞാൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ അവർ മരിച്ചുപോയി. ഗുണം അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കത്തില്ല. അപ്പോൾ അതാണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു പതിപ്പ്. അപ്പം ഇങ്ങനെ കൂട്ടായ്മയുടെ ഒരു വലിയ ബന്ധം ക്രിസ്തീയ ജീവിതത്തിൽ അത് വലിയ പ്രാധാന്യമാണ്. അതാണ് തമ്മിൽ ഇണക്കിയ നഗരം എന്ന് പറയുന്നത്. ആത്മാക്കൾ തമ്മിലുള്ള വലിയ ഐക്യം. ആദ്യ 1 നൂറ്റാണ്ടിൽ നമുക്കറിയാം രക്ഷിക്കപ്പെട്ടതായ ദൈവജനങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വിശ്വസിച്ചവരുടെ മനസ്സ് ഏക ഹൃദയവും ഏക മനസ്സുമായിരുന്നു. നോക്കണം, അവിടെ ആ കൂട്ടായ്മ ശക്തമായിരുന്നു. അതാണ് സഭയെന്ന് പറയുന്നത്. അതാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. 122-ാം സങ്കീർത്തനം 2-3 വാക്യം വായിച്ച്. 122-ന്റെ 2-3. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു, തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ ആരംഭിച്ചത്. പിന്നീട് 1661 40 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഇംഗ്ലീഷ് ബൈബിൾ നോർത്ത് അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അമേരിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബൈബിൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് ചൈതന്യവും. കമാൽ പാഷ ഒരു ഇസ്ലാം മനുഷ്യനാണെങ്കിൽ പോലും അത് എത്ര നന്നായിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മറുവശം, അതുകൊണ്ട് ഏത് മതങ്ങളും അതിനകത്ത് നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക, വേണ്ടാത്ത കളയുക. ചുമ്മാ ബഹളം ഉണ്ടാക്കാനും ശത്രുത ഉണ്ടാക്കാനും അടിയുണ്ടാക്കി ജീവിച്ച് ഒരായുസ് കളയേണ്ട ആവശ്യമുണ്ടോ? ഇതുപോലെ അങ്ങനെയുള്ള ദേശമൊക്കെ പോയി കാണുക, കേട്ടോ. നിങ്ങളുമൊക്കെ ഒന്ന് പോകുന്ന നല്ലതാണ്. അമേരിക്കയിലൊക്കെ പോയി കണ്ട് ഈ കുഞ്ഞുങ്ങളെയും വേറെ ഒരുപാട് കണ്ടില്ലെങ്കിലും കമാൽ പാഷ കണ്ട കാലിഫോർണിയയിലെ റെഡ് വുഡ് ട്രീയും. ഇത് പൈസ വേണോ? പൈസ ഞങ്ങൾ പിരിച്ചു തരാം. ഇതാ ആരെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് സഭക്കാർക്ക് കൊടുക്കാം. എന്താ ശരിയല്ലേ? പിന്നെ അപ്പോൾ ചോദിക്കും, പാഷ എന്താ പോകാത്തെന്ന് ചോദിക്കും. ഞാൻ പോകാത്തതിൻ്റെ കാരണം അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴാണെങ്കിൽ പാസ്പോർട്ട് വേണം, NOC വേണം, പിന്നെ അവിടെ ചെക്കിംഗ് ഉണ്ട്, പിന്നെ പല പ്രശ്നമാണ്.
ഈ ഒരു അല്പം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രൂപാന്തര ശരീരം കിട്ടും. കർത്താവ് വരും, രൂപാന്തര ശരീരം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തിൻ്റെ ആവശ്യമില്ല. നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ കറങ്ങാൻ പോവുക. അന്ന് പിന്നെ ഈ പറഞ്ഞ ഒരു ടെററിസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഇത് കൃത്യമായിട്ട് ശരിയായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിനകത്ത് കിടക്കുന്നത്. ഒരുത്തും ചോദിച്ചു, പാർഷത്തിന് ഈ TPM കിടക്കും, ഇത് അടിമത്തുമാരുടെ സഭയല്ലേ, അടിമകളുടെ സഭ. ഞാൻ ഈ അടിമത്തത്തിനൊരു സുഖമുണ്ടെന്ന് പറഞ്ഞു. അതാ, ഈ അടിമത്തത്തിന് ഒരു സുഖമുണ്ട്. എന്താ? എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പില്ല. അല്ല ചുമ്മാ വിഡ്ഢികളായിട്ട് വന്നവരല്ല ഞങ്ങളല്ല. കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന് അച്ഛനാകാൻ പോയി ബിഷപ്പാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീട്ടുകാർ ചെറുപ്പത്തിൽ പറയും, നീ തിരുമേനിയാകും, ബിഷപ്പാകും, എന്തുകൊണ്ടെങ്കിലും ആകട്ടെ. പക്ഷേ കർത്താവ് വിളിച്ച് ഈ മാർഗം കാണിച്ചെന്ന് ഇതൊരു അടിമത്തനം പോലെ തോന്നിയാലും ആ അടിമത്തത്തിനൊരു സുഖമുണ്ട്. അതാണ് ഇതിൻ്റെ സുഖം. ഒരു കുടുംബജീവിതം ഒരു അടിമത്തനമല്ലേ? ഇന്നലെ വരെയും സ്വാതന്ത്ര്യമായി നടന്ന ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ഒരുത്തൻ്റെ കീഴിൽ കൊണ്ട് കൊടുത്തിട്ട് ഇനി അവൻ പറയുന്നത് അനുസരിക്കണം. അതും അടിമത്തനമല്ലേ? കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് അടിമത്തനമല്ലേ? പക്ഷേ അതങ്ങനെ കാണുമ്പം വിഷയമല്ല. അല്ലാതെ പുറത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാടല്ല TPM. ഈ കൂട്ടായ്മയും അടിമത്തനും ഏറ്റവും സുഖമാണ്. പക്ഷേ അതിൻ്റെ ആ മുഖത്തിന് കീഴിൽ പോകുന്നവർ, ഞാൻ വർഷം ഇത്രയും 10-15 വർഷമായില്ലേ, ഇപ്പോഴും നമ്മൾ സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കുകയില്ലേ? ഇത്രത്തോളം എത്താൻ കാരണം എന്താ? ഈ അടിമമുഖമാണ്. ഈ TPMലെ അടിമമുഖമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അല്ല, ഞാൻ എന്നോ പോയി നശിക്കേണ്ട മനുഷ്യനാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് ചില പുള്ളികൾ ഇപ്പോഴും ചീഫ് പാസ്റ്റർമാരെ കുറ്റം പറയുക. പാസ്റ്റർ എബ്രഹാം പാസ്റ്റർ, നിങ്ങൾക്ക് അവരെ പറ്റി വല്ല അറിയാമോ? അവരൊക്കെ ഈ വേലയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യജിച്ചു വന്നവരാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണുന്നതിനേക്കാൾ ഒരു 100 മടങ്ങ് സൗകര്യമുള്ള വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നവരാണ്. മാത്രമല്ല, അവർ തങ്ങളുടെ ജീവനെ പോലും സ്നേഹിക്കാതെ ഇപ്പോഴും വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ജോൺ ബ്രദർ ഇരുമ്പല്ലിയോടിൽ, തൻ്റെ ആരംഭം മുതൽ പാസ്റ്റർ ലാസർപ്പത്തിൻ്റെ ഉള്ളിൽ എനിക്കറിയാം, വിശ്വസ്തനായ ഒരു മനുഷ്യൻ. ഇനി പലരും വിമർശിച്ച് ജോബ്, താൻ എന്തോ ഒരു പ്രവൃത്തി എന്നറിയാവോ? ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ അതിൻ്റെതായ ചില കാര്യങ്ങൾ എന്ത് പറയും, പരുഷത്വം വരും. ഇപ്പോൾ പാസ്റ്റർ ശമ്പുലൂട്ടി എല്ലാവരും ഒരു വില്ലനായിട്ടാണ് കാണുന്നത്. ഒരു പരുക്കനായ മനുഷ്യൻ കാണുന്നത്. അതെങ്ങനെ വന്നറിയാവോ? ബർത്ത് റേറ്റ് മാത്രമല്ല, പുള്ളിക്കാരൻ ട്രെയിനിങ് കഴിഞ്ഞ് കോട്ടയത്ത് വരുന്ന സമയത്താണ് ഇവിടെ പ്രശ്നം കേസ്. തൻ്റെ ആയസിൻ്റെ നല്ല ഭാഗവും കേസും വഴക്കുമായിട്ട് കോടതിയും KT തോമസ് വക്കീലാണെന്ന് പിന്നീട് ജഡ്ജി, അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ നമ്മുടെ നിക്കിയുടെ കൂടെ നിക്കി അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. അപ്പോൾ അങ്ങനെ കേസും വഴക്കും ലോയും അല്പസ്വല്പം കള്ളത്തരവും പറഞ്ഞ് ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം വേണമല്ലോ, കാരണം ലോകത്തിൻ്റെ കേസല്ലേ. ഇങ്ങനെ വളർന്ന് വന്ന് എല്ലാവരും പറയും ചമ്മലൂട്ടിക്ക് ആ സ്പിരിറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ചില സാഹചര്യങ്ങൾ കൂടിയാണ് ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ. നല്ല സാഹചര്യത്തിൽ കൂടെ വളർന്നാൽ, ഇപ്പം ഞാൻ പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ നശിച്ചില്ലാതാകേണ്ട സ്ഥാനത്തു നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ടല്ലേ ഇന്നും ഒരു ആത്മീയമായ കാഴ്ചപ്പാടിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യം എന്ന് പറയുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കൂട്ടായ്മ നമ്മൾ തിരഞ്ഞെടുത്തോണം. ഇപ്പം എനിക്ക് ആ കൂട്ടായ്മ കിട്ടി, ഞാനതുകൊണ്ട് കളയുന്നില്ല. പിന്നെ വ്യക്തികൾ, പണ്ടൊരിക്കൽ കാരയ്ക്ക് ജോസ് പറഞ്ഞ പോലെ, അച്ഛായ ഇവന്മാരാരും ശരിയല്ല, എന്നോട് പറയാം, ഇവന്മാരാരും ആരോ ഒരു പാസ്റ്റർ പിടിച്ച് ശരിക്കും വഴക്ക് പറഞ്ഞു, അവനെ ശാസിച്ച് വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞു. നീ ഇവിടെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു, നീ ഏതോ സ്വതന്ത്ര ഗ്രൂപ്പിൽ നിന്ന് വന്നവനാ, ഇതുമായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സക്കറിയാപ്പച്ചനാ പുള്ളിക്കാരനെ നട റോഡിൽ ഇറക്കി വിട്ടു. ഒരു തലയണ എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. കൊച്ചുപദേശിയായിരിക്കുമ്പം അപ്പച്ചൻ്റെ തലയണയൊക്കെ മറന്നുപോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതിനകത്ത് വെള്ളത്തിൽ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. വെന്നിച്ചായം പോലും ഞെട്ടിപ്പോയി. ഒന്നാമത് അവനെ നമുക്കറിയാമല്ലോ, കാരക്ക ജോസിനെ അറിയാമല്ലോ, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവൻ ആ ചാൻസ് നോക്കി പോയി എന്നുള്ളത്. എന്തോ അപ്പച്ചി കാണിച്ചെന്ന് ചോദിച്ചാൽ ജോസ് ഇറങ്ങി, നടുവഴിയിൽ ഇറങ്ങി, പന്തളത്തെങ്ങാണ്ട് ഇറങ്ങി പോയി തലയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സാധാരണക്കാരൻ നിൽക്കുമോ പറ? പുള്ളി ഇറങ്ങിക്കഴിഞ്ഞപ്പം വെന്നിച്ചാനാകെ ഭാരപ്പെട്ടു. അപ്പച്ച അവൻ ഇല്ലടാ, അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അവൻ ഈ വേലയ്ക്ക് കൊള്ളാവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്തത്. അവൻ പോകത്തില്ല, നീ നോക്കിയോ, അവൻ പോകത്തില്ല. അവൻ കരഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഫെയ്ത്ത് കയറി ഇരിക്കുന്നു. ആ പറഞ്ഞ പോലെ തന്നെ ചെങ്ങന്നൂർ ഫെയ്ത്ത് കയറി അവലാതി പറഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ, ശരി നീ പോകണ്ട, ഞാൻ പാസ്റ്റർ വിളിച്ച് പറഞ്ഞോളാം. അങ്ങനെയാണ് ജോസ് സ്ഥിരപ്പെട്ടത്. ഇതുപോലുള്ള അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ തന്നെപ്പോലെ എന്നെപ്പോലുള്ള തല്ലിപ്പുള്ളികളല്ലേ തമ്പുരാൻ വിളിച്ചല്ല, കൊള്ളാവുന്നതല്ല ഇതിനകത്ത് വിളിച്ചിട്ടുണ്ട്. ഏതാ ജോസ് പറയുന്നത്, അച്ഛായ അവർ ശരിയല്ല. ഞാൻ പറഞ്ഞോളൂ, തന്നെപ്പോലെ എന്നെപ്പോലെയുള്ള സകല തല്ലിപ്പൊളികളെയാണ് തമ്പുരാൻ പിടിച്ചു കൊണ്ടുവന്നിരിക്കും. പിന്നെ ആരാരെ പറയാൻ? വന്ന് നന്നായിക്കോണം. ഇതിനകത്ത് വന്ന് നന്നാകേണ്ടവന് നന്നാകാം.
ആ നന്നാകാൻ ഇഷ്ടപ്പെടാത്തവൻ ഇതിനകത്ത് ഏറ്റവും അതപ്പതിച്ച് പോവുകയും ചെയ്യും. അവൻ ഒന്നുകിൽ വില വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പടി കാണിച്ച് പൊക്കോളും. അതിനാർക്കാണ് നഷ്ടം? അതിന് ജീപ്പാസാണ് നഷ്ടപ്പെടുന്നത്. അവരൊക്കെ വളരെ ഇപ്പോഴും ഞാൻ മദ്രാസിൽ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോയിട്ട് ഇവരൊക്കെ ആയിട്ട് വളരെ ചർച്ച ചെയ്തിട്ട് വന്നവരാണ്. എത്രയോ ഉത്തരവാദിത്വം, റെസ്റ്റ് ഇല്ലാതെ ഏതെല്ലാം ഭാഷക്കാരുടെ, ജാതിക്കാരുടെ ഏതെല്ലാം ഫുഡുകൾ കഴിച്ചിങ്ങനെ ഇറങ്ങി അടിച്ച് നടക്കുക. അപ്പോൾ അവരെ ആരും കുറ്റം പറയുന്നത് ദൈവം പോലും ക്ഷമിക്കുകയില്ല കേട്ടോ. അവരെല്ലാം പൂർണ്ണമായിട്ടും ഈ വേലയ്ക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് ജീവൻ അർപ്പിച്ച് കൊടുക്കുന്ന മനുഷ്യരാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഏതെങ്കിലും പാർട്ടിയുടെ ബേസിലോ അല്ലെങ്കിൽ ജാതിയുടെ ബേസിലോ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചുകൊണ്ടൊക്കെ എഴുതിയാൽ അതൊക്കെ വലിയ തെറ്റുകളാണ്. ദൈവം ക്ഷമിച്ചു തരും. എന്നാലും മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളാരും പറയാൻ ഇടയാകരുത്. പകരം അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക. ആരാ കറക്റ്റ്? നമ്മൾ 100% കറക്റ്റാണോ? നിങ്ങളുടെ മക്കൾ കറക്റ്റാണോ? നിൻ്റെ ഭാര്യ കറക്റ്റാണോ? എല്ലാവരും ഒന്ന് ഓപ്പൺ കൺഫെഷൻ നടക്കാമെങ്കിൽ ഇവിടെ അടിയുമ്പോഴും നടക്കും അല്ലേ? ഭാര്യ ഭർത്താവിനോട് ശരിക്കും ഒന്ന് കൺഫസ് ചെയ്യാമെങ്കിൽ നാളെ അവൾ വിട്ടിട്ട് പോകും. ഭാര്യ തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ പലരും അറ്റാക്ക് വന്ന് മരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും. ചുരുക്കം പേർക്ക് മാത്രമേ പൂർണ്ണമായിട്ടും. പിന്നെ ഈ മിഷനിൽ കിടന്ന്, ഈ നുകത്തടിയിൽ കിടന്ന് മുമ്പോട്ട് പോകുമ്പോൾ, ഇപ്പം ഞാനൊക്കെ എത്രയോ മാറി, ഇനി കുറച്ചുകൂടെ മാറാനുണ്ട്. അതോടെ മാറിക്കഴിയുമ്പോൾ തമ്പുരാൻ പറയും പോരാൻ പറയും. ഏതാ ഈ ഷോറൂമിലേക്ക് കണ്ടിട്ടില്ലേ? ഞാൻ പണ്ട് നോയിഡയിലെ പോയ സമയത്ത്, നോയിഡായിരിക്കുന്ന സമയത്തിൽ അവിടുത്തെ മാരുതി കാറിൻ്റെ മാനുഫാക്ചറിങ് സെൻറ്ററിൽ കൊണ്ടുപോയി. നമ്മുടെ ഒരു വിശ്വാസികൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ട് അതിശയിച്ചു, ഇതാണോ മാരുതി കാറായിട്ട് വരാൻ പോകുന്നത്? ചുമ്മാ പാട്ടയും തകിടും എല്ലാം കൊണ്ട് വെച്ചിങ്ങനെ ഈ സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന പോലാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ മിക്കവാറും പോകാറ്. കാരണം ഞാൻ പഠിച്ചിരിക്കുന്നതിൻ്റെ അടുത്താണ്. എനിക്കവിടെ കയറാനുള്ള പെർമിഷനുണ്ട്. അത് വലിയ ക്രെഡിറ്റാണ്. അവിടുത്തെ ഒരു പ്രധാന പുള്ളി ഞാനുമായിട്ടുള്ളവർ ഒക്കെ കൊണ്ട് ഇടയ്ക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകും. എന്നൊക്കെ പ്രേം നസീറിൻ്റെ കസേരയിൽ പോയി ഇങ്ങനെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടെന്ന് പിള്ളേരെ കാണിക്കും. അതൊക്കെ വലിയ ക്രെഡിറ്റ് പോലെയാണ്. അതാ ആരെ കൊണ്ടെങ്കിലൊക്കെ ഫോട്ടോ എടുപ്പിച്ച് കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരും. അന്ന് അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിംഗ് എല്ലാം നമുക്ക് സിനിമ കാണാൻ തോന്നത്തില്ല. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് കേട്ടോ. ഇത് വെച്ചുകൊണ്ട് ഭാഷ സിനിമ ആണെന്ന് പറഞ്ഞുകൊണ്ട് കയറി പോയി കാണാൻ എനിക്ക് ഒന്നുമില്ല. കാണാൻ നീ കാണുകയാണെങ്കിൽ ഇതിൻ്റെ സൗകര്യം പോലെ ഇതോണം. ഭാഷയുടെ പേര് പറഞ്ഞേക്കരുത് കേട്ടോ. അതിൻ്റെ ഇഷ്ടം. അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ കണ്ടാൽ നമുക്ക് ഒരു ഇവിടെ കണ്ടില്ല. നമ്മുടെ ഫെയ്ത്തോല് തൊട്ടടുത്തല്ലേ ഒരാഴ്ചത്തെ 2 ആഴ്ച ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ മാരുതിക്കാറിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇതാണോ മാരുതിക്കാറെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ അതിൻ്റെ എല്ലാ പണിക്കുറ്റവും തീർത്ത് കുഷ്യൻസ് എല്ലാം വന്ന് പെയിൻറ്റും അടിച്ച് അതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ മാനേജർ വന്ന് ചെക്ക്ഡ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഷോറൂമിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമ്മൾ അന്യോന്യം കണ്ടിട്ട് വിധി പറയാൻ പോകരുത്. ഈ പണി നടക്കുന്നേ ഉള്ളൂ. ഈ പണിയെല്ലാം കഴിഞ്ഞ് ഷോറൂമിൽ ചെല്ലൂടാ. യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷമാകുന്നൊരു സമയം. അത് യെരൂശലേമായാലും സിയോനായാലും ആ പണി കഴിയുമ്പോൾ അവിടെയാണ് നോക്കേണ്ടത്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കൂടിയിരിക്കും, ചളങ്ങിയിരിക്കും. അതെല്ലാം മാറ്റി യഥാസ്ഥാനപ്പെടുന്നൊരു സമയമുണ്ട്. അവിടെ ഇനിയുള്ള കാലത്ത് പ്രിയപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ, അവരിവിടെയും കുറ്റം നോക്കാതെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് കമാൽ പാഷ സാറ് ചെയ്ത പോലെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർ പറ. അതിനൊരുത്തം വിമർശിക്കുന്നത് കേട്ടോ, കമൻറ്റ് കിടക്കുന്നുണ്ട്, ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലേ, പെൻഷൻ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ യൂട്യൂബിലെ കാശ് കൂടെ അത്യാഗ്രഹമുണ്ട്. അല്ല, ഞാൻ അദ്ദേഹത്തെ മനസ്സിലായി, ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം പോലെ ആയത് എനിക്ക്. അതുകൊണ്ടാണ് താൻ കുഞ്ഞുങ്ങളെയും പൂക്കളെയും എത്രയോ വലിയ സൗധങ്ങൾ അവിടെ കണ്ടിട്ടും വൈറ്റ് ഹൗസൊക്കെ തനിക്ക് കണ്ടിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് തനിക്ക്, നിങ്ങളത് കേൾക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഉണ്ട്, ഓരോ ദിവസം ഓരോന്നിട്ട് കേട്ടാൽ മതി. സിമ്പിളാണ്, വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും തൻ്റെ ആ സിംപ്ലിസിറ്റിയിൽ, കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ. അതുകൊണ്ട് ഞാനൊരാട് ചോദിച്ചു, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് ഞാൻ കഴിഞ്ഞ സംസാരിച്ചപ്പം അറിയാവുന്ന കമാൽ പാഷ സാറിനെ അറിയാവുന്ന ഞാൻ ചോദിച്ചു, ഈ കമാൽ പാഷ സാർ എനിക്കൊന്ന് യേശുവിൻ്റെ ശിഷ്യനാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതേ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നാണ് എൻ്റെ ബോധ്യം. അതെന്താണെന്ന് ചോദിച്ചു. കാരണം യേശു കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ വളരെ സ്നേഹിച്ചവനായിരുന്നു യേശു. അപ്പോൾ അതേ ഒരു ആത്മാവ് കമാൽ പാഷയ്ക്ക് സാറിനും ഉണ്ട്. തന്നെ പ്രകൃതിയെ കർത്താവ് എന്ത് ചെയ്തു, താനൊരിക്കലും ഈ പറഞ്ഞ പോലെ വീടുകളിലും കൂടുകളിലും അധികം താമസിച്ചായിട്ട് അറിയത്തില്ല. മലകളിലും കാടുകളിലും ഇതുപോലെ അരുവിയിടത്തിലും പനിനീർ പുഷ്പമുള്ളിടത്തുമൊക്കെയാണ് തൻ്റെ. അതുകൊണ്ടാണ് തന്നെയും പുഷ്പങ്ങളായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാൻ തുടങ്ങിയത്. എത്രയോ പുഷ്പങ്ങളുടെ പേര് പര്യായമായിട്ട് യേശുവിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയരെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ദുഷ്ട സ്വഭാവങ്ങളെല്ലാം മാറി നല്ല മനുഷ്യർ, നിങ്ങൾ ഈ പിള്ളേർ സെറ്റാണെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി ഇതുപോലുള്ള കാര്യങ്ങൾ എടുക്കുക. ചുമ്മാ അവൻ ചാടിയതും 5 അടി നീളമുള്ള ഹീറോ ഏതാ, അവനേക്കാൾ വലിയൊരു വടിവാളും കൊണ്ട് വന്ന്
50 പേര് ഒറ്റ വെട്ട്. ഊതിയാ വീഴുന്നവനവൻ. ഏതാ പ്രത്യേകിച്ച് തമിഴ് സിനിമയിലൊക്കെ കാണും. ഊതിയാ വീഴുന്ന പാർട്ടികളാണ്. പക്ഷേ അവനൊരു വെട്ടുകത്തി, അവനേക്കാൾ നിങ്ങളുള്ള വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് 50 പേരെ വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് തുള്ളലാണ്, ചാട്ടും തുള്ളലും. പിന്നെ ഇങ്ങനെ പാട്ട് പാടി വികാരങ്ങൾ ഉണർത്തുമ്പോൾ ഇവനൊക്കെ പുറകെ പോവുക. പിന്നെ പോയി പാപത്തിൽ വീഴുക. പിന്നെ ഈ വികാരം കെട്ട് കഴിയുമ്പോൾ എന്ത് പറയുന്നു? ഓ, അവനെന്നെ പീഡിപ്പിച്ചു, ഇവനെന്നെ പീഡിപ്പിച്ചു. ഇപ്പോൾ ഒരുത്തം ജയിലിൽ കിടക്കുകയല്ലേ, വേറൊരുത്തൻ ജയിലിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. വളരെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ പച്ച മലയാളത്തിൽ പറയാം. പെണ്ണുങ്ങളെ അനുഭവിച്ച കഷ്ടങ്ങൾ, അതിന് തിരിച്ചടിയാവന്മാർ, മനസ്സിലാവുന്നു? അതിന് തിരിച്ചടിയാണ് അവർ കൊടുക്കുന്നത്. പണ്ട് ഈ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഈ സാധാരണ ഒരു കൂട്ടരല്ല, അത് എന്താ ആക്രമിച്ച് അല്ലെങ്കിൽ അടിമപ്പെടുത്തി ജീവിച്ച ചിലരിപ്പം കസേരയിൽ കയറി കഴിയുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് എന്താ? അന്ന് അടിമപ്പെടുത്തിയവനെയൊക്കെ ഇന്ന് വട്ടം ചുറ്റിക്കുക. ഒരു പേപ്പർ സഹായിക്കാൻ ചെന്നാൽ എന്തു ചെയ്യും? 10 പ്രാവശ്യം നടത്തുക, അല്ലയോ? 10 എല്ലാവരും ഒന്നുമല്ല, ഒരു കൂട്ടർ. കാരണം അവൻ്റെ മനസ്സ് ഇതാ കിടക്കുന്നത്, എന്നെ അടിമപ്പെടുത്തി, അതുകൊണ്ട് ഇവനിട്ട് പണി കൊടുക്കണം. പലയിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ മാവേലിക്കരിക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ, അതും അതിർത്തിയിൽ നിന്ന് ഭയങ്കര ഒരു യുദ്ധത്തിൽ നേരിട്ട മനുഷ്യനാണ്. പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടി. കാരണം പുള്ളിക്കാരനെ ഒരു പ്ലെയിൻ, ചെറിയൊരു വാർ പ്ലെയിനെ ഒരു ചില്ല് പൊട്ടിപ്പോയി. അപ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഗ്ലാസ് കട്ട് ചെയ്യുന്ന കട്ടറുണ്ടായിരുന്നു. കാരണം ട്രഡീഷണലായിട്ട് ഒരു കണ്ണാടി കടകത്തെയാണ്. പുള്ളി ഒരു സ്ഥലത്ത് പോയി വാങ്ങിച്ചതിട്ട് ഒട്ടിച്ചെങ്ങനെയോ പ്ലാൻ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. പ്രസിഡൻറ്റിന് അവാർഡ് കൊടുത്തു. ആ മനുഷ്യൻ അതിന് കാവലും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വരുമ്പോഴേ പെൻഷൻകാർ തരാൻ വേണ്ടി മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രതികാരം നടത്തുന്ന ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നത്. ചുമ്മാ നടത്തുക, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, പിന്നെന്ത് ചെയ്യണം, പോക്കുവരത്തിൻ്റെ അത് ചത്തുപോയില്ലേ, അതൊന്നും പറഞ്ഞ കാര്യമില്ല, ചത്തവൻ നല്ല കൊണ്ടുവരണം. ശരി, അടുത്ത ആഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇയാളാണെങ്കിൽ ഈ പട്ടാളക്കാരൻ ഭയങ്കര തടിമാനാണ്. പുള്ളി നമ്മുടെ വിശ്വാസത്തിന് മോനാണെങ്കിലും വിശ്വാസമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവൻ രണ്ടും കൽപ്പിച്ചു. പ്രസിഡൻറ്റ് കൊടുത്തായ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നേരെ ചെന്നു. പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോയാണ്, അവാർഡ് കൊടുത്തതിൻ്റെ. അപ്പോൾ അവൻ, നീ പറഞ്ഞില്ലേ ഇന്നലെ ചത്തുപോയവൻ്റെ ഫോട്ടോ ആണ്. ആ പ്രസിഡൻറ്റ് മരിച്ചുപോയി, ഇതാ ഫോട്ടോ എന്ന് പറഞ്ഞു. അവന് ദേഷ്യം വന്നു. അവൻ ഈടെ വേണ്ടാത്തതിന് ഈ പട്ടാളക്കാരൻ എന്തെന്ന് പറയും, ആ കസേരയോട് കൂടി പിടിച്ചെടുത്ത് പൊക്കി 3 ഇടി ഇടിച്ചിട്ട് ഒരു 5-6 ചവിട്ടും ചടിച്ച് പപ്പട പരുവാക്കി മാറ്റി. ഉടനെ എന്ത് ചെയ്തു, ഇയാളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരും ക്ലാർക്കും, എൻ്റെ പൊന്നു സാറേ, ഞങ്ങൾ പൊറുതിമുട്ടി ഇവൻ്റെ തോന്നിവാസം കൊണ്ട്, ഏതായാലും സാറ് നല്ല കാര്യം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നീ കൊണ്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. പട്ടാളക്കാരനല്ലേ, പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടിയ മനുഷ്യനാണ്, എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനൊന്നും ചെയ്യരുത്. പ്രതികാര ചിന്താഗതി പെണ്ണുങ്ങൾക്കായാലും ശരി, ഉയർന്നവനായാലും താഴ്ന്നവനായാലും ഈ ആത്മാവ് കളഞ്ഞില്ലെങ്കിൽ ഗതി പിടിക്കത്തില്ല. അതെല്ലാം കഴിഞ്ഞു പോയി, പഴയതെല്ലാം മാറിപ്പോയി. ഞാൻ ഈ പെന്തിക്കോസ് മിഷൻ ഒന്ന് എന്തെല്ലാം പ്രശ്നം നേരിട്ടു, ഇവിടെ ഒന്നും നേരിട്ടില്ലേ, അതുകൊണ്ട് വിട്ടുപോവുകയാണ്. അതുകൊണ്ട് അവരുടെ എതിരായി നിൽക്കുകയാണ്. ഈ സമൂഹത്തിൽ നിന്ന് വലിയ വലിയ ആളെന്ന് പറയുന്നവരെ നമുക്ക് മാത്രം ചവിട്ട് തരാൻ നോക്കിയില്ലേ? തിരുവല്ലക്കാരിലെ ഒരു വിശ്വാസികൾ പറയും, ചെറിയാങ്കുഞ്ഞിനെ നിങ്ങൾ ചവിട്ടും തോറും അത് പൊങ്ങി പൊങ്ങി വരുമെന്ന്. അപ്പോൾ അതതിൻ്റെ സുഖം, മനസ്സിലാകുന്നു? അതിന് പകരം പ്രതികാരം തീർക്കുക കേട്ടോ. പെൺകുട്ടികളെ സൂക്ഷിച്ചോണം. ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് അടുത്ത കസാട്ട കാണിക്കുമ്പോൾ ചാടിപ്പോരുത്. എന്നിട്ട് ഇവൻ്റെ ഐസ്ക്രീം നിന്നിട്ട് അവനെ വഴിയാധാരമാക്കുക. അവൻ വിചാരിക്കുന്നു എന്നോടുള്ള ഭയങ്കര സ്നേഹമാണ്, മുടിഞ്ഞ സ്നേഹം. തമിഴിലെ മുടിഞ്ഞല്ല, ഏതാ അല്ല മലയാളത്തിൽ മുടിഞ്ഞല്ല, തമിഴിൽ കേട്ടോ. അവിടെ സൂക്ഷിച്ചോണം. പഠിക്കുന്ന സമയത്ത് പഠിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, അവനവൻ്റെ കാര്യം നോക്കും. പൗലോസ് പറഞ്ഞ വാക്യം കറക്റ്റാണ്. അല്ല, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയേ. സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത്. ഏത് പുരുഷന്? പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമാണ്. അല്ല വീണുപോകും, അവർ വീഴ്ത്തിക്കളയും. ഇന്നത്തെ കാലത്ത് വളരെ സൂക്ഷിച്ചോണം. ഇപ്പോൾ രാഹുൽ MLA ആകുന്നതിന് മുമ്പ് പാവം സോഷ്യൽ മെൻറ്റാലിറ്റിയിൽ ഒരുപാടെണ്ണത്തിന് പോയി ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ അപ്പോൾ അവർ വിചാരിച്ചു രാഹുൽ എൻ്റെ ഭർത്താവായിട്ട് വരും. തെണ്ടറ വന്നപ്പോൾ 1 ആയി 2 ആയി 3 ആയി 4 ആയി. അപ്പോൾ തെണ്ടറ പരിശുദ്ധം പറയാൻ തുടങ്ങി. ഇതൊക്കെ വളരെ സൂക്ഷിച്ചോണം കേട്ടോ. അതുകൊണ്ട് വളരെ നന്നായി പൊക്കോണം. സമൂഹത്തിന് എന്തെങ്കിലും ഫലം കായ്ക്കുന്നവരായിത്തീരണം. ചതിച്ചു കളയും. പണ്ടത്തെ കാലം പോലൊന്നുമല്ല. തിരിച്ചില്ലെന്നല്ല, ഉണ്ട്, എന്നാലും സംഗതി മാറിപ്പോയി. എല്ലാം പ്രതികാരത്തിൻ്റെ കാലമാണ്. പഴയ പക വീട്ടുന്നൊരു കാലം കൂടിയാണ് ഒരു നല്ല ശതമാനം. എനിവേ,
അപ്പോൾ ഈ പ്യൂരിറ്റൻസ് എന്ത് ചെയ്തു? കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, ആത്മീയ കൂട്ടായ്മ. അതിനെ കോമ്പാക്റ്റ് ടീം എന്നുള്ള പേരിട്ടു. ഈ കോമ്പാക്റ്റ് ടീം എന്ന് പറയുന്നത് 122 സങ്കീർത്തനമുണ്ട്, വായിച്ച്. ഇംഗ്ലീഷ് വായര് 122 2 വാക്യം മലയാളവും തമിഴും ഇംഗ്ലീഷും വായിച്ച്. കോമ്പാക്റ്റ് ടുഗദർ. ഇതിൻ്റെ ബൈബിൾ എങ്ങനെയാടാ? ജെറുസലേം ഈസ് ബിൽഡ് ആസ് എ സിറ്റി. അതൊരു സിറ്റിയായി, ജെറുസലേം ഒരു നഗരമായി പണിയുന്നു. പിന്നെ ദാറ്റ് ഈസ് കോമ്പാക്റ്റ് ടുഗദർ. അതാണ് കോമ്പാക്റ്റ് ടീം എന്ന് പറഞ്ഞ പ്യൂരിറ്റൻസിൻ്റെ പെന്റിക്കോസ്റ്റൽ ഗ്രൂപ്പ്സ് ആണ് അമേരിക്കയിലെ ആദ്യമായിട്ട്. പെന്റിക്കോസ്റ്റൽ ഞാൻ വേർപാട് ശുദ്ധീകരണം എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ കേട്ടോ. 50-ാം തിരുനാളിൽ പരിശുദ്ധാത്മാ പറഞ്ഞവരെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് പ്യൂരിറ്റൻസ് പറയുന്നതിന് മറ്റൊരു ഭാഷ പറഞ്ഞ പെന്റിക്കോസ്റ്റ്. മലയാളം വായിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾ കാത്തു നിൽക്കുന്നു, തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. അപ്പോൾ എന്താണ് ഈ തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം? നമുക്കറിയാം, യെരൂശലേം എന്ന് പറയുന്നത് ദാവീദിൻ്റെ കാലത്താണ്, പഴയ നിയമകാലത്തിൽ അതിന് പ്രാധാന്യം വന്നത്. കാരണം 2 ശമൂവേൽ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് സിയോൻ കോട്ട പിടിച്ചു, അവിടെ വസിച്ചുകൊണ്ട് മില്ലോ തുടങ്ങി യെരൂശലേം വരെയും പണിതവൻ പണിതുറപ്പിച്ചെന്നാണ് അല്ലേ? 5-ലില്ലേ? 2 ശമൂവേൽ 5:18 വായിക്കാം. 5:9. 2 ശമൂവേൽ 5:9. ദാവീദ് കോട്ടയിൽ വസിച്ചു, അതിന് ദാവീദിന്റെ നഗരം എന്ന് പേരിട്ടു. ദാവീദിന് അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലും ഉള്ളിലോട്ട് പണിതുറപ്പിച്ചു. ഇവിടെയാണ് യെരൂശലേം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, അല്ല സിയോൻ. അപ്പോൾ അതിനു മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നു, അത് ബാരൻ ഗ്രൗണ്ടായിട്ട് കിടക്കുകയായിരുന്നു. ഏതാ പണ്ട് ചൈന ഇന്ത്യയുടെ കുറേ സ്ഥലം പിടിച്ചെടുത്തുകൊണ്ട് പോയ സമയത്ത് നെഹ്റുവിനോട് ചിലർ ചോദിച്ചു, എന്ത് പണിയായി കാണിച്ച് വിട്ടുകൊടുത്തില്ല എന്ന് ചോദിച്ചു. അത് ബാരൻ ഗ്രൗണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നെഹ്റുവിൻ്റെ തലയും വഴുക്ക് തലയാണ്. ഈ എഴുന്നേറ്റ ഒരു മന്ത്രിയും വഴുക്ക് തലക്കാരനാണ്, ഈ കഷണ്ടിയാണ്. അപ്പോൾ ഇതും ബാരനല്ല, അങ്ങ് വിട്ടുകൊടുത്തേക്കാമെന്ന് ചോദിച്ചു. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെഹ്റു നോക്കിയപ്പോൾ അത് കാരണം യുദ്ധം ചെയ്യുന്നവരറിയത്തില്ല, യുദ്ധത്തിന് വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ബാരൻ ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ചില കാലത്തിൽ ഏറ്റവും പ്രയോജനമായി തീരുന്നത്. ഈയിടെ ഒരു അമ്മ ഒരു സാക്ഷി പറയുന്നത് കേട്ടു. 8 മക്കളുണ്ട്, ഞങ്ങൾ പറഞ്ഞല്ലേ. ആ 8 മക്കളും വിദേശത്താണ്, അമ്മയെ നോക്കാൻ ആളില്ല. ഒരു നല്ല വെൽ സെറ്റപ്പുള്ളൊരു കന്യാസ്ത്രീകളുടെ ഒരു വൃദ്ധസൗകര്യത്തിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയെ കാണാൻ ചെന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, ആ 8-ൽ-1 ഒരു പൊട്ടനായോ അല്ലെങ്കിൽ കണ്ണു കാണാത്തവനോ അല്ലെങ്കിൽ ഏതെങ്കിലും വികലാംഗനായിട്ട് ജനിപ്പിച്ച് തന്നാൽ എല്ലാം നല്ല ചിമിട്ട് സാധനങ്ങൾ തന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അനാഥാലയത്തിൽ കിടക്കുക. അതേസമയം ഒരു പൊട്ടനോ മുച്ചെറിയനോ പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഓരോ വീടുകൾ, അവനാണ് അവിടുത്തെ ഹീറോ. ഈ 8 കുടുംബങ്ങളും വരുമ്പോൾ ആ മുച്ചെറിയനാണ് അവിടുത്തെ ഹീറോ. കാരണം അമ്മയ്ക്ക് പ്രയോജനപ്പെടുന്നവരായിരിക്കും. വയസ്സുകാലത്ത് വെള്ളം കൊടുക്കാനും. അതുകൊണ്ട് സ്കാൻ ചെയ്ത് മുച്ചെറിയാനാന്ന് തള്ളിക്കളയരുത് കേട്ടോ. ഇതിപ്പോൾ സ്കാനല്ലേ, എന്തെങ്കിലും അപാകത കൊണ്ട് എടുത്ത് ദൂരെ കളയുകയാണ്. അതാ, എല്ലാം പെർഫെക്റ്റ് പിള്ളേരായിരിക്കണമെന്നാണ്. ഇടോ ചിലപ്പോൾ ഹീറോ അവനായിരിക്കും, വിളയാതെ കളയാതാന്ന് പിന്നീട് അറിയുന്നത്. ചില തള്ളപ്പെട്ട പിള്ളേരായിരിക്കും വരും കാലത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിത്തീരുന്നത്. അതുകൊണ്ട് വികലാംഗന അല്ലെങ്കിൽ ചില മുച്ചെറിയന്മാർ കാതു കേൾക്കാത്തവനും ഉണ്ടായാലും സാരമില്ല, അവനായിരിക്കും വരും കാലത്ത് നിങ്ങൾക്ക് വെള്ളം തരാനുള്ളത്. മനസ്സിലായോ? പണ്ടെല്ലാ കുടുംബങ്ങളും ദൈവം അവന് കൊടുത്തിരുന്നു, അനുവദിച്ചിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിന് പ്രത്യേക ഒരു ഐശ്വര്യം. അവൻ്റെ സംസാരവും പൊട്ടത്തരവും വിടുവായോ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം. മറ്റവരൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയല്ലേ, കളക്ടർ, ഡെപ്യൂട്ടി സ്പീക്കർ, പിന്നെ അല്ലെങ്കിൽ SP, പിന്നെ സാറ്, എല്ലാ അവധിക്ക് വന്നിട്ട് ഇങ്ങനെ കസേര ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. യവനോ ഓൾ ഇൻ ഓളായിട്ട് ഹീറോ ആയിട്ട് നടക്കും. അങ്ങനെയുള്ള പണ്ട് കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ശരിയായ കൂട്ടായ്മ ദൈവത്തോട് നമ്മൾ ഉണ്ടാകണം. അതാണ് തമ്മിലിണക്കിയ നഗരം. അപ്പോൾ ഈ ദാവീദ് അവിടെ വസിച്ചിരുന്നു. അതുകൊണ്ട് അത് പണിതുറപ്പിച്ച് ഇവിടെയാണ് യെരൂശലേമും സിയോനും ആകുന്നത്. പക്ഷേ ആത്മീയമായ സിയോനുണ്ട്, സ്വർഗീയ സിയോൻ. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, പിന്നെയോ നാം സ്വർഗീയ സീനും യെരൂശലേമിനും അരികെ വന്നിരിക്കുകയാണ്, ആദ്യജാതന്മാരുടെ സഭയായി വന്നിരിക്കുകയാണ്. വായിക്കാം 12:13. പിന്നെയോ നാം ജീവനുള്ള വാക്യമില്ലേ, സ്വർഗീയ സിയോനും 22 വായിച്ച്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ
സ്വർഗീയ യെരൂശലേമിനും സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും. അപ്പോൾ പ്രിയരെ, അത് ചെറിയ കാര്യങ്ങളല്ല. അപ്പോൾ ഈ യെരൂശലേം എന്ന് പറയുന്ന നഗരം തമ്മിലിണക്കിയ നഗരമാണ്. എങ്ങനെ തമ്മിലിണക്കിയെന്ന് ചോദിച്ചാൽ പിന്നെ പറയാം. അപ്പോൾ അത് ഇസ്രായേലിലെ ഈ യെരൂശലേമിന് ചുറ്റും ഇന്നും എന്തില്ല, മതിലില്ലാത്ത നഗരമാണ്. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കുകയാണ്. പർവ്വതങ്ങൾ ചുറ്റി നിൽക്കും ശാലേസാമം കാത്തല്ലോ നീഞ്ചന. അപ്പോൾ ഇതുപോലെ ആശ്രയങ്ങൾ അല്ലെങ്കിൽ വലിയ കോട്ടകളൊന്നും ഇല്ലെങ്കിലും തൻ്റെ ജനത്തെ ദൈവം പ്രിസർവ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാരുടെ ആരംഭകാലത്തിൽ വീടില്ല കൂടില്ല, വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പക്ഷെ അവർ വളർന്നില്ലേ, ദൈവം തന്നെ അവരുടെ കോട്ടയും സങ്കേതവുമായി തീരുകയാണ്. അതാണ് നമ്മുടെ ബലം. അവൻ നമ്മുടെ കോട്ടയും സങ്കേതവും ബലവും എല്ലാം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിനുള്ള ആശ്രയം. അപ്പം അങ്ങനെ ഈ യെരൂശലേം എന്ന് പറയുന്ന നഗരം ദാവീദ് പണിതുറപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധമായ സ്ഥലമായി മാറി. അവിടെയാണ് ശലോമോൻ്റെ ആലയം കൂടെ പണിത് കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ലോകത്തിലും അട്രാക്റ്റീവായിട്ടൊരു സ്ഥലമായി മാറി. ഇത് സ്വർഗത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തം. അങ്ങനെയെങ്കിൽ സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ യെരൂശലേമാണ് നമ്മുടെ, അതാണ് ഗലാത്യർ 4-ാം അധ്യായത്തിൽ വായിക്കും, മീതെയുള്ള യെരൂശലേമോ അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പം വായിച്ച വാക്യം ഗലാത്യർ 4:26. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അവൾ തന്നെ നമ്മുടെ അമ്മ. അപ്പോൾ ആ യെരൂശലേമിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, യെരൂശലേമായി മാറണമെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ പെട്ടെന്നെല്ലാം സാധിക്കുമോ? അതിൻ്റെ വിസ കിട്ടണമെങ്കിൽ എത്രയോ പടി കിടക്കണം. അത് പോകുന്നവരോട് ചോദിച്ചാൽ മതി. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ ദേശമെന്ന് പറഞ്ഞാലും ഇത് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് കാലിഫോർണിയയിൽ തീപിടുത്തം, അവിടെ സുനാമി, പ്രശ്നങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, ഇതുമെല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ദേശം, മനോഹരമായൊരു ദേശം ദൈവം നമുക്ക്, അതാണ് സങ്കീർത്തനം, അളവൊന്നുപോലെ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതൊരു ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിൽ 19-ാമത്തെ വയസ്സിൽ 1978 ഈ മനോഹര ദേശത്തിൻ്റെ അളവൊന്നുപോലെ എൻ്റെ മേൽ വീണു. അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രദേശത്തേക്ക് വരാൻ സാധിച്ചത്. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ടല്ലോ. ഈ അമേരിക്കയിലെ ഈ പറഞ്ഞ ഇവരെ കണ്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കാലത്താണ് ജോൺ ബെനിയൻ എന്ന് പറയുന്ന ഒരാൾ പരദേശി മോക്ഷയാത്ര, വളരെ മനോഹരമായൊരു പുസ്തകമാണ്. ഞാൻ മുൻപിടിക്കുന്ന സമയത്തിൽ ഈ സൺഡേ സ്കൂളിലും ഇഷ്ടംപോലെ, ഇന്ന് സാമുവൽ മോറിസ് അടിച്ചിറക്കുന്ന പോലെ ഈ പരദേശി മോക്ഷയാത്ര ഒരുപാട് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അന്ന് ആ കാലത്ത് വായിക്കുമായിരുന്നു. ഇന്ന് വായിക്കാൻ പലർക്കും സമയമില്ല. ഇതിപ്പോൾ സാമുവൽ മോറിസിൻ്റെയും ചരിത്രം അങ്ങനെ. ഒരു ഷിപ്പിൽ, ഒരു കപ്പലിൽ കയറിയ മനുഷ്യനെ ആട്ടി പുറത്താക്കി, പല പ്രാവശ്യം പുറത്താക്കിയെങ്കിലും അവൻ ദൈവത്തിനുള്ള വിശ്വാസത്തിൽ അതിൽ പ്രവേശിച്ചു. അതിനുശേഷം അവൻ കറുത്തവനാണ്, ഭംഗിയില്ലാത്തവൻ, കാപ്രിയാന്ന് പറഞ്ഞവനെ നിരാകരിച്ച് തള്ളിക്കളഞ്ഞ ഇടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായ ഓരോ പ്രതിസന്ധിയിലും സാമുവൽ മോറിസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സൗഖ്യമാകുകയും ആലോചന കൊടുത്തു കഴിഞ്ഞപ്പോൾ ദുഷ്ടനായ ക്യാപ്റ്റൻ അവസാനം ഈ സാമുവൽ മോറിസ് എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ്റെ ശിഷ്യനായി മാറി. തൻ്റെ 19-ാമത്തെ വയസ്സിലാണ് ആരംഭിച്ച് 22 വയസ്സിൽ മരിക്കുകയും ചെയ്തു. 3-3.5 വർഷം യേശുവിനെ പോലെ അമേരിക്കയിൽ പോയി താൻ വലിയ പ്രവർത്തികൾ ചെയ്തു. നോക്കണം, ആ ആഫ്രിക്കൻ വനാന്തരത്തിൽ കിടന്ന കുടുംബങ്ങളിൽ ജനിച്ച ഒരു ഗോത്രവർഗത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു മനുഷ്യൻ, ഒരു പയ്യനാണ്. ദൈവം വെളിച്ചം കൊടുത്തവനെ നടത്തിക്കൊണ്ടുവന്നു. അവസാനം അവിടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, സാമുവൽ മോറിസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നീട് മാറ്റി വലിയൊരു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റാൻ ഈ സാമുവൽ മോറിസ് മുഖാന്തരമായത്. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അനേക മനുഷ്യർ, ചെറുപ്പക്കാർ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആഫ്രിക്കയിൽ വന്ന് സുവിശേഷ വേല ചെയ്യാനിടയായി. ഇങ്ങനെയാണ് മിഷണറിമാരെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തിനു വേണ്ടി വളർത്തുന്നു? കാശുണ്ടാക്കാനാണോ? നിങ്ങൾ മക്കളെ വളർത്തുന്നത് കാശുണ്ടാക്കാനാണോ? വിദേശത്ത് അയക്കുന്നത് കാശുണ്ടാക്കാനാണോ? ഉണ്ടാക്കാം, കാശ് കിട്ടും. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ പറഞ്ഞ രാജ്യത്തിൽ പങ്കുപോലും കിട്ടാതെ വരും. പോട്ടെ, പോകുന്ന സ്ഥലത്തും അവർ സുവിശേഷത്തിൻ്റെ വക്താക്കൾ. ഇന്നിപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ വേലകളൊക്കെ ആരംഭിച്ച് ഇതുപോലെ ജോലിക്ക് പോയവരാ. അവർ പോയെങ്കിലും അവർ വിശ്വാസം കളഞ്ഞില്ല. ശദ്രക് മേശക് അബേദ്നേഗോ എന്ന് പറയുന്ന ആ വിഷയം. ഒരിക്കൽ നമ്മുടെ ഒരു വിശ്വാസി ഒരു സ്ഥലത്ത് വേല ചെയ്യുമ്പോൾ അവിടുത്തെ അറബി തൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് പ്രശ്നമുണ്ടാക്കി. പുള്ളി ധൈര്യത്തോടെ നിന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലും വിഷയമല്ല, ഈ സത്യത്തെ വിട്ടു പോകാൻ. അവസാനം അവിടുത്തെ അറബി തന്നെ ബഹുമാനിച്ചു. നിങ്ങളുടെ വിശ്വാസം കറക്റ്റാണ്. ആ അറബി യേശുവിനെ അറിയാൻ മുഖാന്തരമായി തീർന്നു.
അതാണ് വിശ്വാസം. അതുകൊണ്ട് വിദേശത്ത് ജോലി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിള്ളേരെ ചെറുപ്പത്തിൽ ഈ വിശ്വാസം പഠിപ്പിച്ചു വിടണം. അല്ലാതെ വെറും കാശുണ്ടാക്കുന്ന യന്ത്രച്ചരക്കുകളായിട്ട് അവർ മാറ്റരുത്. തീമോഥെയോസിന് പറയുന്ന പോലെ മുമ്പേ നിൻ്റെ അമ്മയിലും പിന്നെ വല്യമ്മയിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അത് തലമുറയായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് അമേരിക്കയുടെ ഒരു പാരമ്പര്യം. ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റൻ ആൾക്കാർ അമേരിക്കയിൽ വന്ന് തങ്ങളുടെ വിശ്വാസത്തെ തലമുറ ഇന്നും അവർ അതുപോലെ ജീവിക്കുകയാണ്. ആ പ്യൂരിറ്റൻ ഗ്രൂപ്പ്സ് ഇന്നും അമേരിക്കയിൽ പല സ്ഥലത്തുണ്ട്. അവരിന്നും ആ അടിസ്ഥാനത്തിൽ തന്നെ ജീവിക്കുകയാണ്. പ്രിയ പെന്തിക്കോസ്തുകാരെ, TPMകാരെ, നമ്മളിവിടെ നിൽക്കുന്നു. നമ്മൾ ഈ വലിയ വാചകമൊക്കെ അടിക്കുന്ന വിശ്വാസികളും വേലക്കാരും ഇവിടെ നിൽക്കുന്നു പരിശോധിക്കുക. ഇല്ലെങ്കിൽ നാം മടങ്ങി വരിക, തിരിച്ചു വരിക. ആ മടങ്ങി വരുമ്പോൾ ദൈവത്തിന് പ്രസാദമുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, പിന്നെ നാം പ്രവാസത്തിൽ പോയിട്ട് വരും. അപ്പോൾ ഇവിടെ തമ്മിലിണക്കിയ നഗരം യെരുശലേം എന്ന് പറയുന്നത് എന്താ? ജെറുഷാലേം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമുള്ള നഗരം എന്നായിട്ട് അർത്ഥം. അപ്പോൾ ജെറുസലേം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമുള്ള നഗരം. ജെറുഷാലോം അടിസ്ഥാനമുള്ള സമാധാന നഗരം. എന്താണ് അടിസ്ഥാനം? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും അനുവാദമില്ല. കാരണം ലോകത്തിൽ പരീക്ഷിക്കപ്പെട്ടതും വിലയേറിയതുമായ മൂലക്കല്ലിട്ടിരിക്കുന്ന അടിസ്ഥാനം ഇതാണ്. എഫെസ്യർ 2-ാം അധ്യായം വായിക്കുമ്പോൾ ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. വായിച്ച്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ. എഫെസ്യർ 2-ന്റെ 20-ാം വാക്യം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ആരാണ് ക്രിസ്തു? മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവരെ ഉദ്ധരിക്കുകയും പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല, അവരെ വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുത്രസ്വീകാരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക. ഒരുവനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക മാത്രമല്ല, പണ്ട് നമുക്കറിയാം, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു സായിപ്പ് ഇന്ത്യയിൽ വന്ന് ബോംബെയിലെ തെരുവീതിയിൽ ആ ചേരിയിൽ കിടന്നൊരു പയ്യനെ തിരഞ്ഞെടുത്തു. അവനെ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ച് മിടുക്കനാക്കി. അതും ചേരിയിൽ വെറും വേസ്റ്റ് ടോയ്ലറ്റിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊച്ചനാണ്. അവനെ പഠിപ്പിച്ച് അറിവുള്ളവനാക്കി ഇൻ്റർനാഷണൽ ലെവലിൽ അവനെ ഉയർന്നൊരു മനുഷ്യനാക്കി മാറ്റി. അതിനെ ബേസ് ചെയ്താണ് സ്ലം ഡോഗ്സ് എന്ന് പറഞ്ഞ് ഹോളിവുഡിലൊരു ഡോക്യുമെൻ്ററി ഫിലിം ഇറക്കി. അതിന് ആ കാലത്തിലെ ഓക്സ്ഫോർഡ് അവാർഡും കിട്ടി, ഓസ്കാർ അവാർഡ് കിട്ടി. അപ്പോൾ സ്ലം ഡോഗ്സ് നോക്കണം. അപ്പോൾ അഭ്യസിപ്പിച്ചെടുക്കുകയാണ്, അടിസ്ഥാനത്തിൽ പഠിക്കണം. മറ്റൊരു സമയത്തിൽ ദ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു യഹൂദൻ്റെ കഥ, അതും എനിക്ക് തോന്നുന്നു 20 വർഷത്തിന് മുമ്പ് ഓസ്കാർ അവാർഡ് കിട്ടിയൊരു കാര്യമാണ്. നമ്മൾ അവാർഡിൻ്റെ സിനിമയുടെ പുറകെയല്ല, പക്ഷേ ആ കഥ വളരെ പ്രാധാന്യം. എന്താണ്? ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട ഒരു ഫാമിലി. അതിൻ്റെ അർത്ഥം ഈ പെണ്ണ് ജർമ്മൻകാരിയാണ്, ഇദ്ദേഹം ഇറ്റലിക്കാരനാണ്. അപ്പോൾ ഇറ്റലിയിലുള്ളതായ ജർമ്മൻകാരിയായ ഈ പെണ്ണിനെ യഹൂദനായ ഇറ്റലിക്കാരൻ കല്യാണം കഴിച്ചു. അവരൊരു സ്ഥലത്ത് ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ യഹൂദനാണെന്ന് മനസ്സിലായിക്കൊണ്ട് അവനെ പൊക്കാൻ ഹിറ്റ്ലറിൻ്റെ പടയാളികൾ വന്നു, പോലീസ് വന്നു. അപ്പോൾ ഭാര്യ ജർമ്മൻകാരിയാണ്. അവൾ പറഞ്ഞു, നീ ഇവനെ ഉപേക്ഷിച്ച് വന്നാൽ നിനക്ക് രക്ഷ തരാം, ഒരു കൊച്ചുമുണ്ട്. അവൻ സമ്മതിക്കത്തില്ല. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടതും മരിക്കേണ്ടതും. അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുപോയി മറ്റൊരു വനിതാ സെല്ലിലച്ചു. ഇവള് ഈ അപ്പൻ്റെ കൂടെ മകനും കൊച്ചു പയ്യനാണ്. അപ്പം ഈ അപ്പൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ കൊച്ചു പയ്യനോട് ഒരു വാഗ്ദത്ത ദേശത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ട്രെയിനിങ് എടുക്കാൻ പോകാമെന്നാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുന്ന വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നോക്കണം, മകൻ്റെ മനസ്സ് പതറിച്ചില്ല. നമ്മളൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഈ വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ വേണ്ടി, ഈ പ്രോമിസ് ലാൻഡിലേക്ക്, പുതിയ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകും. അവരവിടെ നമ്മളെ പരീക്ഷിക്കും, നമ്മളെ ജയിലിലടയ്ക്കും, ചിലപ്പോൾ ഫുഡ് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ പഠിപ്പിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാവോ, ഇവനെ ശരിയായ ഒരു പ്രത്യാശയുള്ളവനാണ്. അപ്പം ഇവൻ്റെ ഒരു സ്ലേവറിയാണെന്ന്, ഒരു കൈദിയാണെന്ന് ഒരു ബോധ്യം വരുന്നില്ല. അവൻ വരാൻ പോകുന്ന ഫ്രീഡം, ആ ഇൻഡിപെൻഡൻ്റ് ഡേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പറയും, ഇത് ട്രെയിനിങ് ആണ്, ഇനിയും ഉണ്ടാകും. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം ഈ ക്യാമ്പിലുള്ളവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊല്ലാൻ തീരുമാനിക്കുന്ന ദിവസം നോക്കണം, ഈ പയ്യനെ ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരു ബോക്സ്, നമ്മൾ ഈ ഫയർ ബോക്സ് പോലത്തെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയൊക്കെ വയ്ക്കുന്ന ആ ബോക്സ് പോലത്തെ ഒരു ബോക്സിനകത്ത് കൊണ്ട് ഈ പയ്യനെ അടച്ചു നിർത്തി. വിശ്വാസത്തോടെ പറയുകയാണ്, എന്താ, നീ ഇവിടെ ഇരിക്കണം, ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഇവർ ഈ ടാങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ, പാറ്റൻ ടാങ്ക് ചെറുപ്പം മുതലേ കണ്ടു, വലിയ സന്തോഷമാണ്. അതിൻ്റെ മോഡലൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഇയാൾ പറഞ്ഞ ഒരു പാറ്റൻ ടാങ്ക് വരും, ഇസ്രായേലിൻ്റെ കൊടി വെച്ചുകൊണ്ട് വരുന്ന സമയത്ത് മാത്രമേ നീ ഇറങ്ങാവൂ. നോക്കണം, അങ്ങനെ ഈ അപ്പനെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി അവനെ കൊന്നു. ഹിറ്റ്ലറിൻ്റെ പടയാളി അവനെ കൊന്നു. അവൻ്റെ കൊഴുപ്പെല്ലാം എടുത്ത് സോപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഈ പയ്യൻ 2 ദിവസം കൂടെ കാത്തിരിക്കും. നമ്മൾ അവൻ്റെ പ്രത്യാശ നോക്കി, എന്താ ടാങ്ക് വരും, കുടിയായിട്ട് വരും തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം ഒരു ട്രെയിനിങ് ആയിട്ടാണ് കൊച്ചിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവന് മറ്റു ചിന്തകളില്ല. അങ്ങനെ അവൻ 2 ദിവസം അവിടെ കഴിഞ്ഞു. അതിനകത്ത് കഴിഞ്ഞവൻ വരും പ്രത്യാശയോടെ കഴിഞ്ഞ സമയത്തിൽ നോക്കുമ്പോൾ ഹിറ്റ്ലർ തോറ്റുപോയി. അവൻ വെടിവെച്ച് കൊന്നു, ചത്തു. അപ്പോൾ തെണ്ട്ര ഈ പറഞ്ഞ ക്യാമ്പിലേക്ക് ആരെങ്കിലും ബാക്കിയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ ടാങ്കിൻ്റെ പുറത്ത് ഇസ്രായേലിൻ്റെ കൊടിയും പറപ്പിച്ചുകൊണ്ട് വരികയാണ്. ഈ കൊടി കാണുകയും ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ പയ്യൻ ചാടി ഇറങ്ങി. ആ പട്ടാളക്കാരുടെ സന്തോഷം. ഇസ്രായേൽ പട്ടാളക്കാർ അവനെ പൊക്കിയെടുത്ത് ഏറ്റവും മുകളിൽ കൊണ്ടുവച്ച് കൊണ്ടുപോകുന്ന സമയത്തിൽ ഇവൻ്റെ അമ്മ ജർമ്മൻകാരി ആയതുകൊണ്ട് അവർ കൊന്നില്ല. മറ്റൊരു ക്യാമ്പിൽ നിന്ന് വരുന്നതാണ് അത് നടന്ന സംഭവമായിട്ടാണ് അവർ പറയുന്നത്. അതൊരു കഥയായിട്ട് മാറ്റി അതും ഈ പറഞ്ഞ പോലെ ഓസ്കാർ അവാർഡ് കിട്ടിയതാണ്. അപ്പം ഇതുപോലെ പ്രത്യാശയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, 66 ദിവസം ഈ പറഞ്ഞ കപ്പൽ യാത്രയിൽ 14 ദിവസം പൗലോസ് അനുഭവിച്ച പോലെ ഇവർ 66 ദിവസം ദുരിതം അനുഭവിച്ച് പ്രത്യാശയുടെ ലാൻഡായിട്ട് അവർ കണ്ട് അങ്ങനെ പിൽഗ്രിംസ് ഫാദേഴ്സ് പോയി ചേർന്ന് അമേരിക്ക. അവരാണ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ ദൈവം നിൽക്കുന്നത്. കാരണം അതിൻ്റെ അടിസ്ഥാനം ഇന്ന് കാണുന്ന അമേരിക്കയുടെ അല്ല, ആ പ്യൂരിറ്റൻസ് ഗ്രൂപ്പ്, പെന്റിക്കോസ്റ്റ് ഗ്രൂപ്പ്സ്, ക്രിസ്തീയ അനുഭവങ്ങൾ, അതാണ് ആ ദേശത്തിൻ്റെ ഐശ്വര്യവും. മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ ഇന്നും വൃത്തിയും മെനയും കെട്ടുറപ്പും ഡിസിപ്ലിനും ഉള്ള രാജ്യമെന്ന് കമാൽ പാഷ സാറ് മാത്രമല്ല അവിടെ ചെല്ലുന്നവരെല്ലാം പറയും. അങ്ങനെയെങ്കിൽ പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായ ഒരു രാജ്യം ഒരുക്കുന്നു. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്കായിട്ടൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. വായിക്കാം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ. ആ പിൽഗ്രിംസ് ഫാദേഴ്സ് ഒരുക്കിയതായ അമേരിക്കയുടെ പ്രാധാന്യം ഇത്രയെങ്കിൽ നമ്മുടെ കർത്താവും വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യം, അതാണ് സ്വർഗരാജ്യം. ആ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം അത് പെന്തക്കോസ്ത് നാളിൽ നടന്നു. ഇനി വരാൻ പോകുന്ന രാജ്യം അതെപ്പോഴാണ്? അതാണ് നീതിയുടെ രാജ്യം. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ആ രാജ്യമാണ് ഇനി ഭൂമി സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യും? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ച്. വെളിപ്പാട് പുസ്തകം 11-ന്റെ-10 ഇവിടെ വായിക്കുമ്പോൾ ഈ പ്രവാചകന്മാർ 12-ന്റെ-10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നോക്കണം, അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അതെപ്പോഴാണ്? അതാണ് 1 Thessalonians 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരെയും ക്രിസ്തുവിൽ മരിച്ചവരും ഉയർക്കും, ജീവനോടെ ശേഷിക്കും, നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എതിരേൽപ്പോൾ കർത്താവിനെ എതിരേൽക്കപ്പെടും. അത് വരാൻ പോകുന്ന സംഭവമാണ്. ഇതൊക്കെ നടക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് അവർ ചിപ്പ് മനുഷ്യനിൽ കയറ്റാൻ തുടങ്ങുകയാണ്. ഈ 2027-നകം എല്ലാ മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി മാറും, ചിപ്പ് കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിൽ അക്കൗണ്ട് എല്ലാം ചിപ്പിലാകും. അപ്പോൾ ചിപ്പിൽ ഇതെടുക്കാത്തവനൊന്നും ഇനി 5 പൈസ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരും. ഇതൊക്കെ എത്രയോ ബൈബിൾ എഴുതിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലങ്ങളിൽ പ്രിയരേ, ഇനി ഇടം വലം നോക്കാനില്ല. നമ്മളെ തന്നെ വിശുദ്ധരായി കാത്തുകൊണ്ട്, നിർമ്മലരായി കാത്തുകൊണ്ട് കർത്താവിൻ്റെ ആ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? കറയും വാട്ടവും ചുളുക്കവും ഒന്നുമില്ലാത്തവരായി മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. മനസ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൈയും കാലും നോക്കണ്ട. മനസ്സിൻ്റെ ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം. ആ മനസ്സിൻ്റെ ഏകാഗ്രത, നമ്മളുടെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കുക. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ ക്രിസ്തുവിൽ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് വചനങ്ങൾ വായിച്ചും നല്ല പ്രവൃത്തികൾ ചെയ്യണം. ഡൂയിങ് ഗുഡ് വർക്ക്സ്. കർത്താവ് നല്ല കാര്യങ്ങൾ ചെയ്ത പോലെ നല്ലതേ സംസാരിക്കാവൂ. നമ്മുടെ സ്വാർത്ഥതയെല്ലാം കളയണം. ഞാനും എൻ്റെ കുടുംബവും ഒരു വിശാലതയിലേക്ക് പോകണമെങ്കിൽ മാത്രമേ പുതിയ യെരൂശലേമിൻ്റെ കല്ലുകളായി മാറുകയുള്ളൂ. ആ പുതിയ യെരൂശലേമിൻ്റെ ചിത്രീകരണം നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ.
ഇല്ലേ? വായിച്ച് 2-3 വാക്യം ഒന്ന് വായിച്ച്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. വെളിപ്പാട് പുസ്തകം 21-2-3 വാക്യം മുതൽ വായിക്കാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് രണ്ടാം വാക്യം ആദ്യം വരും. 21-2 മുതൽ. അതാണോ? വായു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 2 വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആരാത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നാം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ നമ്മൾ 3 ഘട്ടത്തിലുള്ള വളർച്ചയുണ്ട്. ആ നിത്യതയിൽ ചേരുന്ന കാര്യം മാത്രമല്ല, അതിനു മുമ്പ് നമ്മൾ തന്നെ ഇത് സ്ഥാപിക്കുകയാണ്. ദൈവരാജ്യം നിങ്ങളില്ലത്രേ. അപ്പോൾ അത് നമ്മൾ പരിശ്രമിക്കണം. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഒരു 10ാം ക്ലാസ്സിലോ പ്ലസ് ടു ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? 3 ഗ്രേഡിലാണ് ജയിക്കുന്നത്. പാസ് മാർക്കിൽ ജയിക്കുന്നവരുണ്ട്. കക്ഷിച്ച് 210 മാർക്ക് വാങ്ങിച്ചാൽ പാസ്സാകാം. ക്ലാസ് മാർക്കിൽ എത്തുന്നവരുണ്ട്, അത് 60% വേണം. റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതുപോലെ ആത്മീയത്തിൽ വളരുന്ന 3 ഘട്ടങ്ങളുണ്ട്. പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം. അത് 1-ാം വാക്യം മുതൽ വായിച്ച്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും. അപ്പോൾ നമ്മൾ നിശ്ചയിച്ചോളം നിത്യതയിൽ ദൈവത്തോടു കൂടെ യേശുവിനോട് വസിക്കണമെങ്കിൽ പുതിയ യെരൂശലേമായി തീരണം. ഇത് നമ്മൾ തന്നെ ആയിത്തീരേണ്ടതാണ്. ആ പുതിയ യെരൂശലേമായി തീരണം. എന്ത് ചെയ്യണം? ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലികമായ ഉപദേശ സത്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വളരുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് എഫേസ്യ ലേഖനം 4-12 വാക്യം വായിച്ച്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള ആ യുണൈറ്റി, ആ കോമ്പാക്ഷൻ, അല്ലെങ്കിൽ ആ ഐക്യത. അല്ലാതെ ബന്ധുക്കോസം പറഞ്ഞ് വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെയുള്ള വേലക്കാർ ഈ കാര്യങ്ങൾ മനുഷ്യനെ ശരിക്കും പഠിപ്പിക്കാതെ വെള്ളം ഇട്ടുകൊണ്ട് വാ, മീശ പഠിച്ചുകൊണ്ട് വാടാ, മുടി വെട്ടിക്കൊണ്ട് വാടാ. മുടിയൊക്കെ തന്നെ വെട്ടിക്കോളൂ. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാനും ഹിപ്പി മോഡലായിരുന്നു. ചെറിയ ഹിപ്പി മോഡല്, ചെറിയ പഴുതാര മീശ ഇങ്ങനെ കിളുത്ത് വരിക. അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്ന കാലത്താണ്. 19 വയസ്സില്ലേ. ഇച്ചിരി ഫാഷൻ ഡ്രസ്സുമൊക്കെ ഇട്ട് പഠിക്കുന്ന സമയത്ത് ആലപ്പുഴ പഠിക്കുന്നെങ്കിലും ചിലപ്പം ഞങ്ങൾ കൂട്ടുകാർ കൂടി കാശൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് ഡ്രസ്സ് വാങ്ങിക്കാൻ എറണാകുളത്ത് ജോസി പോവും. അവിടെ നല്ല ഇത് കിട്ടും. ആ പാൻറ്റിന് തുണി ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വെൽബോട്ടോ അടിച്ചിങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. മനസ്സിലാവുന്നു? അപ്പോൾ അന്നത്തെ കാലത്തിൽ സിനിമാതളം ജയന്, പിന്നെ അങ്ങനെ ചില പുള്ളികളൊക്കെ നമ്മുടെ മോഡലിലേക്ക് കൊണ്ടുവരുന്ന കാലങ്ങളായിരുന്നു. പക്ഷേ കർത്താവ് അകത്ത് വന്നപ്പോൾ ഇതെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞു. മുടി പറ്റി അങ്ങ് വെട്ടിച്ചു. പിന്നെ പോളിസ്റ്റർ ഷർട്ട് എടുത്ത് മാറ്റി കോട്ടൺ ഷർട്ട് ഇടാൻ തുടങ്ങി, പഠിക്കുന്ന സ്ഥലത്ത് പോലും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. കൂടെ പഠിച്ചവന്മാരെ സ്നാനപ്പെട്ടു, 2 അധ്യാപകർ രക്ഷിക്കപ്പെട്ടു, വീട്ടുകാർ രക്ഷിക്കപ്പെട്ടു. അതിലൊരു പ്രാന്തൻ പയ്യനെ പ്രാർത്ഥിച്ചു, എൻ്റെ കൂടെ 2 ദൂരം സ്നാനപ്പെട്ടു. അപ്പോൾ അത് ഷർട്ടിൻ്റെ വലിപ്പമാണ് വിഷയം, അല്ല മീശ വെച്ചുകൊണ്ടുണ്ടോ, മുടി വളർത്തിക്കൊണ്ടുണ്ടോ, അതൊക്കെ തന്നെ പൊക്കോളും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഉപദേശം പറഞ്ഞു കൊടുക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പ്രോത്സാഹിക്കുക. വരുമ്പോൾ മാറ്റിക്കോളും. അല്ല ഞങ്ങളുടെ സഭയെല്ലാം മറ്റുള്ളവർ കാണും വെള്ളയായിരിക്കണം, അത് എല്ലാവരും നല്ല ഞായറാഴ്ച ഈ കോലം കാണിച്ചിട്ട് എന്ത് കൊടുക്കാനാണ്? ബാക്കി എല്ലാ ദിവസവും നമ്മൾ തോന്നിയാസം പോയിട്ട് ഞായറാഴ്ച വന്നിട്ട് വിശുദ്ധനായി കാണിച്ചാൽ കപടഭക്തിക്കാരാണ്. ആ കപടഭക്തിക്കാരെ വെള്ളം നല്ലതാണ്, തെറ്റൊന്നുമില്ല. കപടഭക്തിക്കാരെ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് പാസ്റ്റർ ടി. യു. തോമസ് പറഞ്ഞിരിക്കുന്നത്. ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ TPM അല്ല പെന്തിക്കോസ് കോളത്തിൽ ഒരു കപടഭക്തിക്കാരനെ മാനസാന്തരപ്പെടുത്താൻ തമ്പുരാനും സാധ്യമല്ലെന്നാണ്. പിന്നെ അല്ലെങ്കിൽ അവനെ ശരിക്കിട്ട് ഫർണസിലിട്ട് ഉരുക്കണം. അത് ദൈവത്തിൻ്റെ പണിയല്ല. ദൈവം അവസാനം സാത്താൻ്റെ വീട്ടിൽ വിട്ടുകൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പുതിയ യെരൂശലേം എന്ന നഗരത്തിൽ അല്ലെങ്കിൽ ആയിത്തീരണമെങ്കിൽ ആത്മാവിനാൽ അവരെ ഒന്നിച്ച് പണിത് വരുന്നു. വായിച്ചാവാക്കൊണ്ട് വായിച്ചേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരെ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിന്റെ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയും. ദൈവത്തിന്റെ നിവാസം, ആ നിവാസത്തിന്റെ അവിടെയാണ് ദൈവം വസിക്കുന്നത്. അവിടെയാണ് ഈ അനുഭവങ്ങളെല്ലാം. അങ്ങനെയുള്ള മനുഷ്യരെല്ലാം ചേർന്ന് വസിക്കാൻ പോകുന്നൊരു കാലം ലോകത്ത് വരാൻ പോവുകയാണ്. അതാണ് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. വീണ്ടും വായിച്ച് 21-7 വാക്യം വായിച്ച്. വെളിപ്പാട് 21-7. ജയിക്കുന്നവന് ഇത് അവകാശമായി. ഇത് പാസ്പോർട്ടും NOC എടുത്തുകൊണ്ട് പോകേണ്ട സ്ഥലമല്ല, ഇത് ജയിക്കുന്നവന് കൊടുക്കുന്നതാണ്.
സാധാരണ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമല്ല, ഇതിന് ജയജീവിതം ചെയ്തവർക്കുള്ള സ്ഥലമാണിത്. അല്ലാതെ വെള്ള ഡ്രസ് ഇട്ടുകൊണ്ടോ മീശ പിടിച്ചുകൊണ്ടോ വീട് വിട്ടുന്നോ അപ്പനെ വിട്ടുകൊണ്ടോ ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടവരാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കിട്ടുകയല്ല. ജയാളികളായിട്ട് മാറണം. ജയിക്കുന്നവന് അല്ല, വെളിപ്പാട് 3:21 വായിക്കുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. അപ്പം ജയിക്കാൻ വേണ്ടി ജീവിക്കുക, അതിന് കൃപ തരും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അല്ലാതെ ചുമ്മാ ഞങ്ങളെല്ലാം കർത്താവിൻ്റെ ഒരു പോകുന്നു പറഞ്ഞ് മനുഷ്യനെ ചതിക്കരുത്. നരകത്തിൽ പോകത്തില്ല, അത് സത്യം. രക്ഷിക്കപ്പെട്ടവരാരും നരകത്തിൽ പോകത്തില്ല. പക്ഷേ നഗരത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ. സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് വിശുദ്ധി ജീവിതം, വേർപാട് ജീവിതം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുക, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കുള്ളവരായി, ആ മണവാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ജയാളികളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയൂ. തോറ്റവരെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തി അവരിവിടെ ഈ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. ഈ വർഗ്ഗ വ്യത്യാസം, ഭാഷ വ്യത്യാസം, ജാതി വ്യത്യാസമൊക്കെ മാറാത്ത എത്രയോ ബന്ധുക്കോസാരുണ്ട്. വേലക്കാരില്ലേ? ഇതൊക്കെ സിയോനാന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുന്നു. സിയോൻ ആകണമെങ്കിൽ ഈ പഴയ സ്വഭാവങ്ങൾ ഉരിഞ്ഞു കളയണം. താട്ട് വായിച്ച്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. നോക്കണം, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ പാപത്തെല്ലാം നമ്മൾ ജയിക്കുന്നവരെ. അത് ഒരു ദിവസം കൊണ്ടല്ല, അത് ആഗ്രഹിക്കണം. രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാനതിലാക്കും. ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞാൽ പോട്ടെ, അവർ പോട്ടെ, പക്ഷേ നീ ജയിക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരണം. 17-ാം വാക്യം വായിച്ച്, 21:17. വെളിപ്പാട് 21:17 വായിച്ച്. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരം മതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ട്രാൻസ്പെറൻസി, നിഷ്കളങ്കത, ഒരു നൈർമല്യമായ ജീവിതം. അത് അഭിനയിച്ചാൽ ഒക്കത്തില്ല. അഭിനയിച്ച് കാണിക്കാം, വലിയ വിശുദ്ധരെ പോലെ, പിന്നെ പക്വതിനെ പോലൊക്കെ അഭിനയിക്കാം. പക്ഷേ എത്രയൊക്കെ അഭിനയിച്ചാലും, പണ്ട് ഞാൻ സുൽത്താൻ ബത്തേരിലായ സമയത്തോടെ ഈ ജനുവരി മാസത്തിലെ തണുപ്പ് അങ്ങോട്ട് ഭയങ്കരമാണ്. ഇടുക്കിയേക്കാളും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴേ പ്രൈസ് ലോർഡ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്നെ കാണും, ഞാൻ പ്രൈസ് ലോർഡ് പറയും, ചിരിക്കും. ഞങ്ങൾ ചിരിക്കുന്ന സമയത്ത് ഈ ചിറികളുണ്ടല്ലോ, ഈ സ്നോ ഫോഗ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ എത്ര മനഃപൂർവ്വം ചിരിച്ചാലും ഒരു ഭാഗമേ നിവർത്തുള്ളൂ, ബാക്കി അങ്ങനെ പരുവക്കേടായിപ്പോകും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അകത്ത് ഈ കാപ്പട്ടിയും വെച്ചുകൊണ്ട് എത്ര കോളിനസ് പുഞ്ചിരി ചെയ്താലും വിവരമുള്ളവനറിയാം ഇത് സുൽത്താൻ ബത്തേരിയിലെ ജനുവരി മാസത്തെ ചിരിയാണെന്നുള്ളത്. അതുകൊണ്ട് ഈ അഭ്യാസമെല്ലാം താത്തു വെച്ചിട്ട് ഒരു നിർമ്മല ഹൃദയത്തിന് വേണ്ടി, ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് യഹോവ നല്ലവൻ നിശ്ചയം. അതിനാഗ്രഹിക്കേ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നതിന് ഞാനതിലാക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ജീവിതം ചെയ്യും. ഈ കാപഠ്യ ജീവിതമെല്ലാം കള. ലോകമനുഷ്യർക്കുണ്ടല്ലോ എത്രയോ പേർക്ക്, എത്രയോ പേര് ഞാൻ കാണുന്നുണ്ട്. അവർ ഈ പറഞ്ഞ ദൈവത്തിലേക്ക് അല്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഈ നല്ല മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലും പെന്തിക്കോസുകാർക്ക് ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, പെന്തിക്കോസിൻ്റെ പുഴുക്കത്തെല്ലാം പോകണ്ട. നമ്മുടെ കമാൽ പാഷ സാർ പറഞ്ഞ പോലെ സിയാറ്റിൽ കൂടെ എവിടെ നടന്നു പോകുന്ന സമയത്ത് തെരുവിലെല്ലാം ആപ്പിളാണ്, അതെല്ലാം ചെറിയ പുഴുക്കത്തുണ്ട്, കാരണം വണ്ടികൾ കുത്തിയത്. അത് അവിടെ ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരാൾ പറഞ്ഞു കൊടുത്ത് ഇതാണ് ഏറ്റവും ഒറിജിനൽ, മറ്റൊക്കെ വളവും വിഷവും ഉണ്ടാക്കി അല്ലെങ്കിൽ രാസവളമൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ്. ഈ ഒരുപാട് ഇത് നാച്ചുറൽ വളർന്നു വരികയാണ്. അപ്പോൾ നാച്ചുറൽ വളരുന്നതേ ഈ വണ്ട് കുത്തത്തുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ഈ മീൻകട ചെന്ന് കഴിഞ്ഞാൽ ചില മീൻകടയിൽ ഒരൊറ്റ ഈച്ച വരത്തില്ല. എന്താ കാരണം? ഗോഡ്സ് ഓൺ കൺട്രി ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ കുമളിയുടെ മീൻകടയിലൊക്കെ അത്ര കണ്ട് പ്യൂരിറ്റൻ ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ടാണോ? അല്ല. ഈ തമിഴ്നാട്ടിലെ കമ്പം കഴിഞ്ഞുകൊണ്ട് കമ്പത്ത് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മുന്തിരിത്തോട്ടമുണ്ട്. ആ പ്രദേശത്ത് നോക്കിയാൽ ഒരൊറ്റ പക്ഷികളെ കാണത്തില്ലെന്നാണ്. എന്താ കാരണം? എന്താ ശമൽ ബ്രദറെ? ഈ മുന്തിരി ഉണ്ടാകുമ്പോൾ തൊട്ട് ഈ ഹൈ പോയിസൺ വിഷത്തിലേക്കാണ് ഇത് മുക്കുന്നത്. അത് നിന്നാൽ പക്ഷികളും ചത്തുപോകും. അതുകൊണ്ട് ഒരൊറ്റ പക്ഷികളൊന്നും അവിടെ അടുക്കത്തില്ല. പക്ഷേ നമ്മൾ പോയി എന്ത് ചെയ്യും? കാശ് കൊടുത്ത് എന്നാ മുന്തിരിയാ ഇല്ലയോ? അപ്പോൾ കമാൽ പാഷ പറഞ്ഞു ഇത് ഒറിജിനൽ, അതുകൊണ്ട് അതങ്ങ് ചിരണ്ടി കളഞ്ഞിട്ട് ബാക്കി തിന്നാന്ന് പറഞ്ഞ് പുള്ളി അവിടെ പറിച്ചെടുത്തുന്നതാണ്. നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം കൊച്ചു പിള്ളേരെ പോലെ നിഷ്കളങ്കതയോട് സംസാരിക്കും, എനിക്കിഷ്ടമാണ്. പിന്നെ എല്ലാ മനുഷ്യർക്കും അതിൻ്റെതായ ഇത് കാണത്തില്ലേ? എത്ര നല്ല മനുഷ്യരായാലും ശരി, TPM ഹൈ ക്വാളിഫൈഡ് വിശുദ്ധനാന്ന് പറഞ്ഞാലും
ശരിക്കൊന്ന് സ്കാൻ ചെയ്യാമെങ്കിൽ 40% പിന്നെയും ബാക്കി പണിയേണ്ടതായിട്ട് വരും. ഞാനും ആ കൊടുത്തിപ്പെടുന്നു കേട്ടോ. 40% ഇനിയും കിടക്കുക. അതുകൊണ്ട് ആ 40% പണിത് കഴിഞ്ഞാൽ പറക്കാം, പ്ലെയിൻ പറക്കുന്ന പോലെ പറക്കാം. അതുകൊണ്ട് സമയത്തിന് മുമ്പ് ആരും വിശുദ്ധരായി തീരരുത്. എത്ര അഭിനയം കാണിച്ചാലും അറിയാവുന്നതിനറിയാം. ഇങ്ങനെ പറഞ്ഞാൽ മതി, അവിടെ ഇത് സുൽത്താൻ ബത്തേരിയിൽ ചിരിയാന്നുള്ളതെന്ന് പറയണത്. ഏതാ സുൽത്താൻ ബത്തേരിയിൽ ഏത് മാസം കൂടെ പറയണം, അല്ലെങ്കിൽ ശരിയാ. ജനുവരി മാസത്തെ ചിരിയാണ് പുള്ളിയുടെ ചിരി, കാണുമ്പോഴേ അറിയാമെന്ന് പറയണം. അവിടെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നാം വിശുദ്ധരും നിഷ്കളങ്കരമായി തീരുക, പ്യൂരിറ്റൻ ഗ്രൂപ്പിൽ. അപ്പം അതിനാണ് അറിവും വിശ്വാസം ഒന്നാകണം. ആ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് സിമെൻ്റ് മണ്ണുകൊണ്ടും അല്ലല്ലോ. അവിടെ വായിക്കും ആത്മാവിനാൽ അവരെ ഒന്നിച്ച് പണിയുന്നു. വായിക്കാം 2 എഫേസ്യർ 2 അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു. അപ്പോൾ ആത്മാവിൽ പണിയുന്നതാണ് ഈ കോമ്പാക്റ്റ് ടുഗദർ എന്ന് പറയുന്നത്. ബുദ്ധിയല്ല, വേഷം കാണിക്കുന്നതല്ല, സംസാരത്തിൻ്റെ ആ ഒരു ചാതിര്യത്തിലല്ല. അതൊക്കെ പൊളിഞ്ഞു പോകും. ശരിയായ ഇൻസ്പെക്ഷൻ നടക്കും പൊളിഞ്ഞു പോകും. 1. 2 എഫേസ്യർ 4:12 വായിച്ച്, അത് നാം എല്ലാവരും വിശ്വാസത്തിൽ. ഏത് വിശ്വാസം? വിശ്വാസമുണ്ട്, വിശുദ്ധ വിശ്വാസമുണ്ട്, അതിവിശ്വാസം. 3 ഗ്രേഡിലേക്ക് വരണം. ആ വിശുദ്ധ വിശ്വാസമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ അല്ലേ, ഇനി ജീവിക്കുന്നത് ഞാനില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പം നമ്മൾ വളർന്നു വരുമ്പോൾ 10% ക്രിസ്തു വരും, ചിലർക്ക് 20%, ചിലർക്ക് 30%. ഇവിടെ പൗലോസ് പറയുന്നു, ഇതാ ഞാൻ 100% ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ഒരു ദിവസം കൊണ്ടല്ല, അനേക നാളുകൾ കൊണ്ട് നാം ഇത് മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കും. വായിച്ചേ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, അത് ഇംഗ്ലീഷ് കൂടെ വായിര്. എത്രാം വാക്യം? 2:20 ഗലാത്യർ 2:20 വായിച്ച്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. വായിക്കാം ഗലാത്യർ 2:20. വായില്ല, എഫേസ്യർ അല്ല, ഗലാത്യർ. ഗലേഷ്യൻസ് 2:20 എന്താ പറയുന്നത് അവിടെ? ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. നീ വായില്ല. Nevertheless, I know not I but Christ. ഞാൻ മരിക്കണം. കണ്ടില്ലേ, ക്രോസ് എന്ന് പറഞ്ഞെന്താ? അയ്യെ വെട്ടിടണം. അയ്യെ വെട്ടിട്ട ക്രോസ് ആകും, കുരിശാകും. അപ്പം ഞാനെന്നുള്ള സംഭവം ഇല്ലാതാകും തോറും ക്രൂശ് വെളിപ്പെട്ട് വരും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും. അപ്പം ഞാനെന്ന വ്യക്തി ഒരിക്കലും വളരാൻ പാടില്ല. അതാണ് TPM ഉപദേശം. കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺട്രാക്ടറുടെ മോനെ, അച്ചായോ ഈ നിങ്ങളുടെ TPM പാസ്റ്റർമാരൊക്കെ പറയുന്ന പ്രസംഗം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അടുത്ത ദിവസം ഞങ്ങളെല്ലാം പാക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു, അതാണ് ഞങ്ങളും വ്യത്യാസം. മാസയോഗത്തിന് ചെല്ലുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ കയറ്റി ഇറക്കാനാണ് മാസയോഗത്തിന് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കാർക്കും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു, അതാണ് ഇതും വ്യത്യാസം. മനസ്സിലാവുന്നു? ഇത് ഞങ്ങളെ ക്രൂശിക്കുന്ന സ്ഥലമാണ്, ഞങ്ങളെ പൊക്കുന്ന സ്ഥലമല്ല. ഇതറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു. മാസയോഗത്തിന് ചെന്നാലും അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കും വിശ്വാസികളും ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം അത് അവർക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഉടനെ പ്രസ്റ്റേജായി, നിങ്ങളുടെ കുടുംബമായി, കുഞ്ഞുങ്ങളായി, നിങ്ങളുടെ ഗോത്രമായി പോകും. പക്ഷേ ഇതിൽ വളരെ ചുരുക്കം പേരെ അത് മനസ്സിലാകാതെ കയറി പ്രൊട്ടസ്റ്റ് ചെയ്യത്തുള്ളൂ. വായിക്കാം, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ഞാനല്ല, ക്രിസ്തു ഇംഗ്ലീഷ് ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അടുത്തത്, നോക്കണം. പിന്നെ വായിച്ച്, I live by the faith of Son of God. ഫെയ്ത്ത് ഓഫ് എന്നാ പറഞ്ഞത്. ബൈ ഫെയ്ത്ത് എന്ന് 2 അല്ല, പിന്നെ ഫെയ്ത്ത് ഓഫ്, അത് മലയാളത്തിൽ അങ്ങനെ അല്ലല്ലോ. അപ്പം ദൈവപുത്രൻ്റെ വിശ്വാസത്തിൽ ശരിയല്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ലല്ലോ, പിന്നെ ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാനല്ല, എന്നെയല്ല, ക്രിസ്തുവിനെയാണ് കാണുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ ആ പൂർണ്ണത പ്രാപിച്ചവരാണ് ജയജീവിതം ചെയ്തവർ. അതിൻ്റെ അർത്ഥം പാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു. ഇങ്ങനെ ജയാളികളാണ്. അങ്ങനല്ലേ? ഒരു IAS കളക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം ജയിച്ചിരിക്കണം. ഒരു വിഷയത്തിന് തോറ്റെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ബാക്കി എല്ലാത്തിനും.
ഇപ്പോൾ +2 പഠിക്കുന്ന ഒരാൾ എല്ലാറ്റിനും 100% ആയി, അല്ലെ SLC എല്ലാത്തിനും A+, 6 വിഷയത്തിൽ 5 A+ ആണ്, 100-ൽ 99 പ്രാപിച്ചു. ഒരേ ഒരു വിഷയത്തിന് 15 മാർക്കായിപ്പോയി. അവിടെ ജയിക്കുമോ? ജയിക്കൂടാ? പോയി സെപ്റ്റംബർ എഴുതാൻ പറയും, അരിയേഴ്സ് എഴുതിയെടുക്കണം, വേണ്ടായോ? അപ്പോൾ ഞാൻ 5 വിഷയത്തിനും ടോപ്പായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒന്നും സാരമില്ലെന്ന് പറഞ്ഞാൽ ഫെയിൽഡ്, സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തോരും ഫെയിൽഡ്. ഇനി അത് പാസ്സാകണമെങ്കിൽ ആ ഒന്ന് ജയിച്ചെങ്കിലും ഒക്കത്തുള്ളൂ. ഇതാണ് ജയിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ വിട്ടുകളയരുത്. നമ്മൾ തോറ്റ വിഷയം ഈ വർഷം മനസ്സിലാക്കി അതിൽ ജയിച്ച് വിടണം. അപ്പോൾ ഒന്നാമത് ആത്മാവിൽ പണിയണം, 2 നമ്മുടെ വിശ്വാസം അറിവ് ഒന്നാകണം. വീണ്ടും വായിച്ച. അപ്പോൾ ഹാവ് ദ ഫെയ്ത്ത് ഓഫ് സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിശ്വാസം വരുമ്പോൾ ഈ പറഞ്ഞ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോവും. അല്ലാതെ ചുമ്മാ ഒരു സാധാരണ വിശ്വാസം എടുത്തിട്ട് മലയെ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ മല നീങ്ങത്തില്ല, നാളെ നീ അങ്ങ് പിന്മാറിപ്പോവും. ഓ, ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് പോകും, അത്രയേ ഉള്ളൂ. അപ്പം ഈ ദൈവത്തിൻ്റെ വിശ്വാസമാണ് കടുകുമണിയോളം വിശ്വാസം, ഇല്ലയോ? യേശു പറഞ്ഞില്ല, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ചില ഇത്രയും വിശ്വാസം മതി മല നീങ്ങിപ്പോകുന്നതാണ്. അല്ല, കടുകുമണി ആരാ? ക്രിസ്തു. എവിടെ എഴുതിയിരിക്കുന്നത്? ഉപമ മത്തായിയുടെ സുവിശേഷം 13 പറയുമ്പോൾ ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരാൾ എടുത്തെന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ഇട്ടു. ആര്? പിതാവായ ദൈവം തൻ്റെ കടുകുമണിയായ ക്രിസ്തുവിനെ, ആ കടുകുമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയവനെന്ന് അർത്ഥം, ഏറ്റവും സിമ്പിൾ. ആ സിമ്പിളായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ അത് വലിയ വൃക്ഷമായി തീർന്നു. ആ കടുകുമണിയുടെ വിശ്വാസത്തിൽ നീ പറഞ്ഞാൽ നടക്കും. അല്ലാതെ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടിക്കും. അതാണ് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അത് ഈ കടുകുമണിയല്ല, ഇവിടെ കടുകുമണി ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ വിശ്വാസം വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ സംഭവിക്കും. മനസ്സിലായോ? അല്ല, ഈ കടുകുമണിയല്ല. കടുകുമണി ദൈവരാജ്യത്തിൻ്റെ ക്രിസ്തുവാണ്. അത് വളർന്ന് എല്ലാ വൃക്ഷങ്ങളെക്കാളും. അപ്പോൾ ആ വിശ്വാസം വളരണം. അതാണ് ദൈവത്തിൻ്റെ വിശ്വാസം. നോക്കണം, അതാണ് അത് നാം എല്ലാവരും വിശ്വാസത്തിലും ചെയ്യും. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അപ്പോൾ ആത്മാവിനാൽ പണിയപ്പെടുന്ന നമ്മൾ 2 കാര്യത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ? ഒന്ന്, വിശ്വാസത്തിൽ വളരണം, പരിജ്ഞാനത്തിൽ വളരുമ്പോൾ. ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാൾ പരിജ്ഞാനം ലോകമനുഷ്യർക്കുണ്ട്. അവിടെ മുമ്പ് ചെല്ലുമ്പോൾ പല ബന്ധുക്കോസുകാരനും 0യാണ്. ഇവിടെ കിടന്ന് കഷ്ട കിടക്കും. നമ്മുടെയൊക്കെ ഭരണവിടാ. ഇപ്പോൾ നമ്മുടെ അമ്മച്ചിയുടെ ഭരണവിടാ, അടുക്കള അമ്മച്ചിയുടെ റൂമേ. ഞങ്ങളുടെ ഭരണവിടാ ഈ സഭയിൽ. ഇത് കഴിഞ്ഞ് ആരെങ്കിലും അംഗീകരിക്കും? പറ. ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ അയാൾക്ക് ഈ പഞ്ചായത്ത് മുഴുവൻ ഭരിക്കാം. ഇവിടുത്തെ ഉപദേശിക്ക് എന്തെങ്കിലും ഭരിക്കുന്നെങ്കിൽ തന്നെ സഭക്കാർ മര്യാദക്കാരാണെങ്കിൽ എന്തെങ്കിലും പറയാത്രേ ഉള്ളൂ. അമ്മച്ചിയുടെ ഭരണവിടാ, അടുക്കള, പിന്നെ 2 മുറിയും. അപ്പം തന്നെ നമ്മുടെ തലയ്ക്കകത്ത് എന്ത് കയറും? നമ്മളേതാണ്ട് വലിയ സംഭവമാണ്, ഇല്ലയോ? ഭയങ്കര സംഭവമാണ്. നമ്മളാണ് ഏതാണ്ട് ഇങ്ങനെ വീർത്ത് പോലെ വീർത്ത് അവസാനം വരുന്ന ലോറി കയറി തീർന്നു. ഒരു പരീക്ഷ വരുമ്പം ഇവരുടെ വിശ്വാസവും പോയി. അങ്ങനെ എത്ര എണ്ണം പിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താ? അറിവില്ല, പരിജ്ഞാനമില്ലാകിയാൽ ഈ ജനം. അപ്പോൾ ആത്മാവിൽ പണിയുന്ന നമ്മൾ പരിജ്ഞാനത്തിലും പിന്നെ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഇങ്ങനെ പല ടോപ്പിക്കുണ്ട്, അതിൽ വളർന്നു പോകണം. അതുകൊണ്ടാണ് മറ്റൊരു ഭാഷ പറഞ്ഞാൽ എഫെസ്യർ 4:22 മുമ്പത്തെ ചതിവ് സംബന്ധിച്ച് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ആ പഴയ മനുഷ്യനിലാണ് ജാതി, മതം, ഭാഷ, ഈ അനവെല്ലാം. എത്ര ബന്ധുക്കോസുകാർക്ക് ഇപ്പോഴും ഒന്ന് ചേരണമെങ്കിൽ, ഇല്ലയോ? പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരുത്തനെ പെർഫ്യൂം മണത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത് പെർഫ്യൂം ഒന്നും ഇല്ലല്ലോ, ലാക്ടോജൻ തേച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഈ കൈക്കിട്ട് ഇങ്ങനെ നാവും കൊണ്ട് അവൻ്റെ കൈക്ക് തന്നെ ഇങ്ങനെ ചിരണ്ടി എന്നെ മണിപ്പിച്ചു. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഇത് കോഴിയുടെ കാഷ്ടം പോലെ ഇരിക്കുന്നില്ലോ എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നു? അപ്പം മനുഷ്യനെ ചിരണ്ടിയാൽ കിട്ടുന്ന എന്താ? പെർഫ്യൂമാണോ? അത് നിങ്ങൾ ചിരണ്ടിയില്ല, ഒന്ന് ചിരണ്ടി നോക്കേ കേട്ടോ. ഞാനിപ്പോഴും ഓർക്കുന്നു, അവനെന്നെ പെർഫ്യൂം മണപ്പിച്ച് ഇങ്ങനെയാണ്. ഫോറസ് എന്നാണ് അവൻ്റെ പേര്, ഫോറസ്റ്റ് രാജാവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മനസ്സിലാകുന്നു? അതുകൊണ്ട് ചിരണ്ടി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ നാം വിശ്വാസത്തിലും ദൈവപരിജ്ഞാനത്തിലും വളരണം. സെക്കൻഡ്. 3, അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരാകണം. ചെയ്യൂ 2 പത്രോസ് 1:4. പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി. ആ ദിവ്യ സ്വഭാവമാണ് മണവാട്ടി, കുഞ്ഞാടിൻ്റെ കാന്ത.
ഈ 3 കാര്യങ്ങൾ പരിശ്രമിച്ചു. ഇതാണ് ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. എന്തൊക്കെ? ഒന്ന്, ആത്മാവിൽ പണിയണം. ആ പണിയുന്നതിൽ പരിജ്ഞാനത്തിലും വിശ്വാസത്തിലും ഒന്നാകണം. ആ ഒന്നാകണം എന്ന് പറഞ്ഞത് പെന്തിക്കോസ്തുകാരുടെ വസ്ത്രത്തിലല്ല. ഞങ്ങൾ ടിപിഎംകാരല്ല ഒന്നേ ഇടും. അതൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ പണ്ടത്തെ സംസ്കാരം. അത് ടിപിഎംകാരായൊന്നും കാര്യമൊന്നുമില്ല. ഏത് വിശ്വാസിയായാലും ദൈവത്തിനെക്കുറിച്ചുള്ള വിശ്വാസത്തിലും അറിവിൽ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളീ പറയുന്ന ഉപദേശം സ്റ്റഡികളും നമ്മുടെ വിശ്വാസികളോടൊപ്പം തന്നെ എത്രയോ വിശ്വാസികൾ, കത്തോലിക്ക അച്ഛന്മാർ, കന്യാസ്ത്രീകൾ എന്നെ വിളിക്കാറുണ്ട്, ഹിന്ദുക്കൾ വിളിക്കാറുണ്ട്, മുസ്ലിങ്ങൾ വിളിക്കാറുണ്ട്. ജാതി നോക്കിയിട്ടാണോ? അവർക്ക് മനസ്സിലാവുന്നു ചിലതൊക്കെ സത്യമാണ്. അപ്പോൾ ആ അറിവിലേക്കാണ് പോകേണ്ടത്. ഞങ്ങൾ പെന്തിക്കോസ് എങ്ങനെ ഒട്ടിച്ചൊടിച്ചു പോകുന്നല്ലേ. അതിന് സ്റ്റാൻഡേർഡ് വേണം, വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡേർഡ്. അല്ലാതെ നിറവല്ല. വെളുത്തു കൊടുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ചുമന്നിരുന്നിട്ടും കാര്യമില്ല. പിന്നെന്താ? മനുഷ്യന് വിശ്വാസത്തിൽ വളരണം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് വായിച്ചേ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും നോക്കണം. നീതിയും വിശുദ്ധിയും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. യേശു ക്രിസ്തു നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുക. അത് എത്രയോ വാക്യമുണ്ട്. പരിജ്ഞാനത്തിൽ വളരണം, വിശ്വാസത്തിൽ വളരണം. 3, അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരായിത്തീരണം. അതുകൂടെ വായിച്ച്. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന്. ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞെന്താ? അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെയാകണം. വായിച്ച് മത്തായി സുവിശേഷം 18:4. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. കമാൽ പാക്ഷ സാറ് വിവരിക്കുമ്പോഴേ കൊച്ചു പിള്ളേർ പറയുന്ന പോലെ അതാ ഓരോന്ന് എടുത്തു പറയും. എന്നോട് ഒരാൾ ചോദിച്ചു, ഇതെന്താ ഇത്രയും വലിയ മനുഷ്യൻ ഇങ്ങനെ ബാലപാഠം പഠിക്കുന്നത്? ഞാൻ പറഞ്ഞത് ജഡ്ജി അല്ലായിരുന്നു. ജഡ്ജി കേസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയാം, എൻ്റെ നമ്മുടെ ഒരു അടുത്ത ആളൊരു ജഡ്ജിയുണ്ട്. പുള്ളിയോട് പറയുമായിരുന്നു, കേസുകൾ ഓരോ വാക്കുകളും ഇഴന്നേന് ഇഴകെറിയോ അങ്ങനെ ഒന്നുകൂടെ അതിനകത്ത് എഴുന്നാരല്ലേ, അതിങ്ങനെ കീറുന്ന പോലെ പഠിച്ചെങ്കിലേ വിധി, അല്ലെങ്കിൽ വിധി തെറ്റിപ്പോവും. അങ്ങനെ പഠിച്ച മനുഷ്യനായതുകൊണ്ട് താനിപ്പം പറയുമ്പോൾ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാനത് ആസ്വദിക്കുന്നുണ്ട്. യേശു പറഞ്ഞു നോക്കിയേ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ, ശിശുവല്ല, ശിശുവിന് വേണ്ട പരിജ്ഞാനമില്ലല്ലോ, ശിശുക്കളെപ്പോലെ, അതായത് ഏത് സാഹചര്യത്തിലും താഴാൻ പഠിക്കണം. ആ റെഡ്വുഡ് ട്രീ എത്ര ശക്തമായ കാറ്റ് പറഞ്ഞാലും അത് താന്നു കൊടുക്കാൻ സന്നദ്ധനായോട് കാറ്റ് മുകളിൽ കൂടെ പോകും, ഇതിന് മേളിൽ കൂടെ കാറ്റ് പോയിക്കോളും. ഇതാണ് താഴ്മ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അല്ലാതെ പെന്തിക്കോസിലെ പാസ്റ്ററാ, മൂപ്പരാ, ഗീപ്പരാന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ മൂപ്പത്തിയാന്ന് പറഞ്ഞ് 10 പൊക്കിയാലൊന്നും നടക്കുകയില്ല മക്കളെ, കേട്ടോ. ഈ പദ്ധതി കൊണ്ടൊന്നും അങ്ങോട്ട് പ്രവേശിക്കാൻ ഒക്കത്തില്ല. എൻ്റെ നാമത്തിൽ പ്രവചിച്ചു, അന്യഭാഷ പറഞ്ഞു, ഇല്ലാത്ത മസിൽ ഉപയോഗിച്ച് ഉണർവ് നടത്തി, പ്രവചിച്ചു, ഇല്ലാത്ത പ്രവരെല്ലാം നടത്താം. ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് മാത്രമല്ല, അവരെ വിളിക്കുന്ന വിളി എന്താ? അക്രമക്കാരെ. വേലക്കാരും വിശ്വാസം കർത്താവ് വിളിക്കാൻ പോകുന്നത് ചിലരെ അക്രമക്കാരെന്ന് വിളിക്കുന്ന വിളി കേൾക്കാനിടയാകരുത്. അതുകൊണ്ട് ഈ കപടഭക്തിയും ഈ അഭ്യാസമില്ലെന്നകത്ത് മറ്റുള്ളവരെ അങ്ങോട്ട് ഉത്സാഹിപ്പിക്കാൻ പോകണ്ട. നമ്മൾ ജീവിച്ച് മാതൃകയായി കാണിക്കാൻ ശ്രമിക്കുക. കുറ്റങ്ങൾ വരാം, ഏറ്റുപറയുക, തമ്മിൽ ക്ഷമിക്കുക. അവിടെ എല്ലാം കർത്താവ് തന്നെ എന്ത് ചെയ്തു? ക്രൂശിൽ വെച്ച് തൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു തുള്ളി രക്തവും പിന്നെ വെള്ളവും. രക്തം ക്ഷമയുടെയും വെള്ളം സ്നേഹത്തിൻ്റെയും. ക്ഷമിക്കുക, സ്നേഹിക്കുക. നിങ്ങൾ ഇത്രയും മൊത്തം ബൈബിൾ പഠിച്ചാലും 66 പുസ്തകം മുഴുവൻ മനപ്പാടമാക്കിയാലും ഈ 2 കാര്യം ഓർത്തുന്നത്: ക്ഷമിക്കുക, സ്നേഹിക്കുക. ക്ഷമിക്കുക. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവും ഒന്നായിരിക്കും, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്ന ആരാ? സ്നേഹിതന്മാരെന്നാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോക്കി. കർത്താവ് പോയപ്പോൾ പറഞ്ഞത്, ഞാനിനി നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കാൻ പോവുകയാണ്. അതാണ് നിത്യത. അല്ല അവിടെ അടിമക്കച്ചവടമൊന്നുമില്ല. ഇവിടെ സീനിയോറിറ്റി, സൂപ്പർ സീനിയോറിറ്റി, പോസ്റ്റ്, പിന്നെ അപ്പച്ചൻ, കൊച്ചപ്പച്ചൻ, വലിയ എന്തൊക്കെ വിളിച്ചു. പക്ഷേ ഇതിനകത്തോട്ട് കയറരുത്. ഇന്നലെ ഞാനൊരു വേറൊരു ജഡ്ജിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇപ്പം എൻ്റെ സാറേ ഇങ്ങനെ ഞാൻ പണ്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു, ഗൾഫിൽ നിന്ന് ഒരുത്തിൻ്റെ വീട്ടിൽ 2
പക്ഷി ഇങ്ങനെ ഇരിപ്പുണ്ട്, ചുവല കളറാണ്. അത് നമ്മളവിടെ നോക്കിക്കും. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ വെള്ളം മെർക്കുറി പോലെ ഉണ്ട്, അതിങ്ങനെ എൻ്റെ തലയ്ക്കകത്തോട്ട് കയറും. താഴേന്നിങ്ങനെ പതുക്കെ 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 തലയ്ക്കകത്തോട്ട് കയറും. തലയ്ക്കകത്തോട്ട് കയറി കഴിയുമ്പം തലയും കൂടെ താഴോട്ട് പോകും, തലകുത്തി താഴോട്ട് വീഴും. ഈ തലകുത്തി താഴെ വീഴുമ്പോൾ ഈ വെള്ളം തലേന്ന് ഇറങ്ങിപ്പോകും. അത് നല്ലതാണ് കേട്ടോ. പണ്ടൊരാളിന് തലവേദനയൊക്കെ വരുമ്പോഴേ തലകുത്തി നിന്നാൽ മതി, തലവേദന പോകുമെന്ന് പറഞ്ഞു. കാരണം ബ്ലഡ് സർക്കുലേഷൻ തലയ്ക്ക് കയറിയും പെയിൻ മാറിപ്പോകുന്നതാണ്. പിള്ളേരൊക്കെ തലകുത്തി വയ്ക്കുന്നതല്ല കേട്ടോ, ചെറുപ്പത്തിലെ തലകുത്തി നിന്ന് പഠിക്കണം, നല്ലതാണ്. അതെല്ലാം കൊണ്ടും നല്ലതാണ്. ജനലിലൊക്കെ പിടിച്ച് ആദ്യം കയ്യും കാലം ഒടിയാതെ സൂക്ഷിച്ചോണം. ഞാനൊരു പുനലൂർ ഒരിക്കൽ പോകുമ്പോൾ, പുനലൂർ ചെന്ന സമയത്ത് അവിടുത്തെ സെൻട്രൽ പാസ്റ്റർ ചെറിയാച്ചൻ്റെ ബോഡി നന്നായിട്ടിരിക്കുന്നുള്ളത് മെയിൻ്റെനൻസ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇച്ചിരി മെയിൻ്റെനൻസ് ഉണ്ട്, ബാക്കി തമ്പുരാൻ തരുന്നതാണ്. അല്ല, നല്ല സ്കില്ലായിട്ടിരിക്കുന്നു, അല്ല ഇത് എന്തോ ലീനായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങൾക്കും തെറ്റില്ലല്ലോ, ചെറിയാച്ചൻ തലകുത്തി വയ്ക്കുമെന്ന് ചോദിച്ചു. ഞാൻ അതുവരെയും പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടോളാൻ പറഞ്ഞ് ആ സെൻട്രൽ പാസ്റ്റർ തലകുത്തി 5-6 മിനിറ്റ്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല എക്സസൈസാണ്. തലകീഴായി നിന്ന് ശീലിക്കുന്നത് ഏറ്റവും നല്ല കേട്ടോ. പിള്ളേരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അത് തലയ്ക്കകത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, നല്ലതാണ്. ഇരിക്കട്ടെ. യോഗ ഒന്നും ചിന്തിക്കേണ്ട, ഇത് യോഗയല്ല, ഇത് യോഗയൊക്കെ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തതാണ്. എനിവേ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ പങ്കുള്ളവരായിത്തീരണം. മനസ്സിലാവുന്നു? അതെൻ്റെ ഭാഷ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കേരളത്തിൽ തന്നെ ഉണ്ട്. കണ്ടുപിടിച്ചു, ഒരു സമ്മാനം തരാം. എനിവേ, അപ്പോൾ എന്ത് ചെയ്യണം? അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം അനുരൂപരായിത്തീരുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെ ആകും? വായിച്ചേ, ശിശുക്കളെപ്പോലെ. മത്തായി 18:4. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ശിശുക്കളെ പോലെ ആയി തീരുമ്പോൾ ഈ പറഞ്ഞ പോലെ ജാതിയും ഭാഷയും മതവും പെന്തിക്കോസും സമുദായം എല്ലാം പോകും. അങ്ങനെയുള്ള മനുഷ്യരിന്ന് ലോകത്തിൽ തന്നെ ചിലരെ കാണാം. പെന്തിക്കോസ് വരാതെ തന്നെ ആ ശിശുക്കളുടെ മനസ്സുള്ള ചിലരെ കാണാം. ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോഴേ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, അവിടെ പുള്ളി ഒരു കളക്ടറായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പം കൊച്ചുപയ്യൻ കൊച്ചുമക്കൾ എന്ത് ചെയ്യുന്നു? ഈ അപ്പച്ചനെ ഉരുട്ടിയിട്ടിട്ട് ആന കളിക്കുക. ഞാൻ ചെല്ലുമ്പം കളക്ടർ എന്ത് ചെയ്യുന്നു? പിള്ളേരെ ഒക്കത്ത് കയറ്റിയിട്ട് ആന കളിക്കുക. ഞാൻ ചെന്താ സാറേ? അപ്പോൾ ആ ഭാര്യ പറയാം, അമ്മച്ചി പറയാം, എൻ്റെ ഭാഷയെ പുള്ളി പെന്തിക്കോസായിരുന്നല്ലോ, ഇപ്പം അച്ചായൻ വായിക്കുന്ന ബാലരമയൊക്കെയാണ്. അച്ചായൻ അതൊക്കെ ഇഷ്ടം. വലിയ വലിയ പുസ്തകമൊക്കെ വായിച്ച് മടുത്ത് പുള്ളി ഇപ്പം ബാലരം വായിക്കുമ്പോൾ സന്തോഷം. കാരണം മനസ്സങ്ങ് ചുരുങ്ങി, സന്തോഷം പിള്ളേരുടെ മനസ്സായി അങ്ങനെ ആയി തീരണം. അവസാന ഘട്ടത്തിൽ നാം ശിശുക്കളുടെ മനസ്സായി തീരുമ്പോഴാണ് ആസ്വാദനം ഉണ്ടാകുന്നത്. അവിടെ ജാതിയിൽ കണ്ടില്ല, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ എവിടെയും ഓടിപ്പോകും. ആരെയും സ്നേഹിക്കും. ജാതിയില്ല, മതമില്ല, ഭാഷയില്ല. അതാണ് ശിശുക്കളെ പോലെ. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യം, എല്ലാ ചതിവും വ്യാജഭാവവും ഇതൊക്കെ മാറ്റി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വായിച്ചു. 1 പത്രോസ് 2-ന്റെ 1-ാം വാക്യം മുതൽ. ആകയാൽ സകല ദുഷ്ടതയും, പ്രിയരെ, ഇതെല്ലാം ഉപേക്ഷിക്കുക. ഞാനിത് പെന്തിക്കോസ്തർ മാത്രമല്ല, എല്ലാ ജാതി മതക്കാരും ഇതെല്ലാം ചുമ്മാതെ കണ്ടകടച്ചാണെങ്കിലെല്ലാം മനസ്സിൽ ആരാധിച്ച് പാമ്പിനെയും മൃഗത്തെയെല്ലാം ആരാധിച്ച് ഈ സ്വഭാവങ്ങളെല്ലാം മാറിയിട്ട് സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ആത്മാവലസത്തിലും ആരാധിക്കാൻ തുടങ്ങും. എന്നിട്ട് നല്ല കാര്യങ്ങൾ എടുക്കുക. നിങ്ങളുടെ മതഗ്രന്ഥം തുറന്നു വെക്കുക, ബൈബിളും തുറന്നു വെക്കുക, യേശു ക്രിസ്തുവിൻ്റെ അതിനെടുക്കുക, നിങ്ങളുടെ അവതാരങ്ങളും തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആരാണോ ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരങ്ങ് സ്വീകരിക്കുക. ബാക്കിയുള്ളതിനെ വേണ്ടാത്ത സമൂഹത്തിന് നിരക്കാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞ് നേതാക്കന്മാരെയൊക്കെ ഒഴിവാക്കുക. ദൈവങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ജീവിത വിശുദ്ധിക്കും സത്യസന്ധമായി പഠിപ്പിച്ച ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ സ്വീകരിക്കുക. അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ലല്ലോ. ഇവിടെ കിടന്നുകൊണ്ട് ഈ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? ഇന്ത്യയെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കാനും അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികൾ ഭരിക്കുമെന്നും ഹിന്ദു രാഷ്ട്രമായി, ഇതൊക്കെ എന്തിനാ? പരിജ്ഞാനം വരുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. അതാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക. അതാണ് എല്ലാ ദുഷ്ടതയും ചതിവും പിന്നെ വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. നമ്മുടെ ചുമതലയാണ് നമ്മളിലുള്ള ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. ഈ വചനങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കണം. വേണ്ടാത്തതല്ല സിനിമ ഡയലോഗ് മറ്റും മറിച്ചും എല്ലാം അധികം കേട്ട് തലയ്ക്കകത്ത് പുണ്ണാക്കാതെ
ഇങ്ങനെയുള്ള നല്ല ഡയലോഗുകൾ ആരെവിടെ കിട്ടുന്നു അതെല്ലാം കളക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അറിവുള്ളവരാക്കി തീർക്കുക. അങ്ങനെ ഒരു പുതിയ തലമുറ, അതാണ് ഇനി വസിക്കുന്ന അമേരിക്കയേക്കാൾ വിശേഷമേറിയ ഒരു രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. വായിച്ച് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ 9-ാം വാക്യം വായിക്കുമ്പോൾ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ. വായിക്കാം. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കമാൽ പാഷ സാർ പറഞ്ഞ പോലെ അവിടെ ഒരു തുണ്ട് പേപ്പർ പോലും ഒരു സാധനവും വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വെളി കളയത്തില്ല. അത് സൂക്ഷിച്ചു കൊണ്ട് വേസ്റ്റ് പിന്നിടും. ഇവിടെ എന്ത് ചെയ്യും? കാക്ക നോക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അടുത്തവൻ്റെ പറമ്പിലേക്ക് എറിഞ്ഞിടും. ഇല്ലയോ? ആരും കണ്ടില്ലല്ലോ. അവനിട്ടിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ സ്വഭാവം, ജന്മസിദ്ധമായ സ്വഭാവം. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ ചെറുപ്പത്തിലേ വളർത്തിയെടുക്കുകയാണ്. ആ പ്യൂരിറ്റൻ ബാക്ക്ഗ്രൗണ്ട് അമേരിക്കയുടെ കൾച്ചറിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടുന്ന് ചെല്ലുന്നവരും പുള്ളി പറഞ്ഞു എൻ്റെ മകനും ഇതൊക്കെ പഠിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലവരോട് പഠിക്കണം, നല്ല രീതിയിൽ പഠിച്ചു വളരണം. ചുമ്മാ അതില്ലാത്ത രാഷ്ട്രീയവും പാർട്ടിയും നേതാക്കന്മാരെല്ലാം കാണിച്ച് വൃത്തികേടുകൾ മനുഷ്യനെ ഈ പരുവത്തിലാക്കി കേരളം കുട്ടിച്ചോറാക്കി മാറ്റിക്കളഞ്ഞു. എല്ലാവരും അല്ല പറയണം, അതിൽ നിന്നുള്ള ഒരു മുക്തി വേണം. ഇന്നലെ രാത്രിയിൽ വേറൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എൻ്റെ ഭാഷയെ പ്രാർത്ഥിക്കണം, ഈ കേരളത്തിലൊരു വിടുതൽ വേണം. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു, IAS ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. എന്തു ചെയ്യാൻ ഒക്കും? സാഹചര്യങ്ങളില്ല, സമ്മർദ്ദങ്ങൾ വേറെ, കീഴ്പ്പെടാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടൊരു നല്ല, നിങ്ങളൊക്കെ പ്രസവിക്കുന്ന പോലെ ഒരു നല്ല പുതിയ ഭൂമി ഇവിടെ കേരളത്തിലുണ്ടാകണം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. കമാൽ പാഷ സാർ അമേരിക്കയിൽ കണ്ടല്ല, അതിനേക്കാൾ വിശേഷമേയൊരു രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഒരു രാജാവ്, യെശയ്യാ 32 വായിക്കുമ്പോൾ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. വായിച്ചു. ഒരു രാജാവ് നീതിയോട് വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോ യെശയ്യാപ്രവചനം 65:17 വായിച്ച്. യെശയ്യാപ്രവചനം 65:17. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. വെളിപ്പാട് 21:23 വായിക്കുമ്പോൾ, ആ വിശേഷമേറിയ നഗരത്തെ പ്രകാശിപ്പിക്കാൻ ഇന്നത്തെ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. കാരണം ദൈവമക്കൾ പ്രകാശം കൊടുക്കുന്നവരായിത്തീരും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. വായിക്കാം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കും. മാത്രമല്ല 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 1-2 വായിച്ച്. 22 വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി, പിന്നെ ജീവവൃക്ഷം, ജീവതെരുവ്. 22-ാം അധ്യായത്തിൽ കാണുമ്പോൾ, എന്നാൽ അതാർക്ക് കിട്ടും? ജയിക്കുന്നവന് അത് അവകാശം. നാമം ജയാളികളായി തീരുക. നമുക്ക് വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. നോക്കണം, ഉല്ലാസത്തിൻ്റെ നഗരം. കരച്ചിലും മുറവിളിയും ഒന്നുമില്ല, ഉല്ലാസത്തിൻ്റെ നഗരം. അതിൻ്റെ അവസാനത്തെ ഡാൻസ് പാടിക്ക്. എപ്പോഴും സന്തോഷം, എപ്പോഴും ഉല്ലാസമാണ്, എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ഉല്ലാസമാണ്. ജയം കൊണ്ടോറും ആനകരേ, ഞാനും ജയിച്ചവർ കൂടെ വാഴൂ. ജയം കൊണ്ടോർ വാണിടും ആനകരേ, ഞാനും ജയിച്ചവർ കൂടെ വാഴൂ. എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ഉല്ലാസമാണ്, എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും ഉല്ലാസമാണ്. ജയം കൊണ്ട് വാണിടുമാനഗരേ, ഞാനും ജയിച്ചവർ കൂടെ വാഴൂ. ജയം കൊണ്ട് വാണിടുമാനഗരേ, ഞാനും ജയിച്ചവർ കൂടെ വാഴൂ. ഹല്ലേലൂയ. അവിടെ എൻ്റെ കോർസ് പാടും. ഹല്ലേലൂയ സിയോൻ, ഹല്ലേലൂയ സാലേ, ഹല്ലേലൂയ സിയോൻ, ഹല്ലേലൂയ സാലേ. തമ്മിലിണക്കിയ നഗരം, പാർപ്പതി
പാർപ്പതിനതീവയോഗ്യ തമ്മിലിണക്കിയ നഗരം പാർപ്പതിനതീവയോഗ്യ ഹല്ലേലൂയ സിയോൻ ഹല്ലേലൂയ ശാലേ ഹല്ലേലൂയ സിയോൻ ഹല്ലേലൂയ ശാലേ തമ്മിലിണക്കിയ നഗരം പാർപ്പതിനതീവയോഗ്യ തമ്മിലിണക്കിയ നഗരം പാർപ്പതിനതീവയോഗ്യ തമ്മിലിണക്കിയ നഗരം പാർപ്പതിനതീവയോഗ്യ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, ആദിപിതാക്കന്മാർ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുപോലെ രാവിലെ സമയം കർത്താവേ ഞങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ നല്ല സന്ദർഭം തന്നേനായ സ്തോത്രം. രാവിലെ സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടി ദൈവത്തിൽ സന്തോഷിപ്പാൻ പ്രത്യാശ പുതുക്കാൻ കൃപ തന്നേനായ സ്തോത്രം. സാക്ഷ്യവാദ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു